RSSന്റെ നേതാവിനെ ADGP അജിത് കുമാർ കണ്ടതുമായി ബന്ധപ്പെട്ട് ഇന്റലിജൻസ് റിപ്പോർട്ട് ആ സമയത്ത് തന്നെ നൽകിയിരുന്നെന്നും എന്നിട്ടും എന്താണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതിൽ നടപടിയെടുക്കാതിരുന്നത് എന്നും കഴിഞ്ഞ ഒരു 3-4 ദിവസമായി സംസ്ഥാനത്ത് ചർച്ചയാണ്. ആ ഇന്റലിജൻസ് റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചു. ഇത് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടരുത് എന്ന് ഉദ്ദേശിച്ച ADGP അജിത് കുമാറും അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന പാർട്ടിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുമായിരിക്കും അത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ പോലീസിലെ ഒരു RSS സംഘം എത്രത്തോളം ഈ ഗവൺമെന്റിനെ പ്രതിസന്ധിയിലാക്കാൻ ശ്രമിക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് ഈ പോലീസ് റിപ്പോർട്ട്. ദേശീയ തലത്തിലുള്ള നേതാക്കളുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയ ഉദ്യോഗസ്ഥന് ക്രമസമാധാന പാലനത്തിൻ്റെ ചുമതലയിൽ നിന്ന് മാറ്റണം. നമസ്കാരം. വീണ്ടും വെളിപ്പെടുത്തലുമായി PV അൻവർ MLA എത്തിയിരിക്കുന്നു. ഗുരുതര ആരോപണം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരെ. RSS നേതാക്കളുമായി ADGP MR അജിത് കുമാർ കൂടിക്കാഴ്ച നടത്തിയെന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് P ശശി പൂഴ്ത്തിയെന്ന് PV അൻവർ പറയുന്നു. മുഖ്യമന്ത്രി അറിയാതിരിക്കാൻ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചു. മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് കാര്യങ്ങൾ എത്താതിരിക്കാൻ P ശശി എന്ന ബാരിക്കേഡിൽ തട്ടി കാര്യങ്ങൾ നിൽക്കുകയാണ് എന്നതാണ് ഗുരുതര ആരോപണം. അതായത് മുഖ്യമന്ത്രി ഇക്കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല, അതുകൊണ്ട് സംരക്ഷണം എന്ന വ്യാഖ്യാനം തെറ്റ് എന്ന് PV അൻവർ പറയുന്നു. അതിനിടെ സ്വാമി സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിച്ച കേസ് അട്ടിമറിച്ചത് പോലീസിലെ RSS സംഘമെന്ന മറ്റൊരു ഗുരുതര ആരോപണം കൂടി ഇന്ന് ഉന്നയിക്കുന്നുണ്ട് MLA PV അൻവർ. ഇപ്പോൾ ചേരുന്ന LDF യോഗം നിർണായകമാകുമോ? ADGPയുടെ കാര്യത്തിൽ കടുത്ത നിലപാട് ഘടകകക്ഷികൾ ഉന്നയിക്കുമോ? ന്യൂസ് ഈവനിങ്ങിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നിർണായകമായ LDF യോഗം തിരുവനന്തപുരത്ത് ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ ഏറ്റവും പുതിയ വിശദാംശങ്ങളുമായി ഷഫീദ് റാവുത്തറിലേക്കാണ് ആദ്യം. നമുക്കൊപ്പം തത്സമയം അതിഥികളും ഉണ്ടാകും. ആദ്യം ഷഫീദ് റാവുത്തർ, ഇപ്പോൾ അല്പസമയം മുൻപാണ് മുഖ്യമന്ത്രിയൊക്കെ എത്തിയത്. ഇതിന് തൊട്ട് മുൻപുള്ള ചില പ്രതികരണങ്ങളും നമ്മൾ കണ്ടു. RJD നേരത്തെ തന്നെ ശക്തമായ നിലപാട് അറിയിച്ചതാണ്. യോഗത്തിന് തൊട്ട് മുൻപും അവർ ആ നിലപാട് അറിയിക്കുന്നുണ്ട്. മറ്റ് ചില പ്രതികരണങ്ങൾ കൂടി നമ്മൾ കേട്ടു. അപ്പോൾ എന്താണ് യോഗം ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്? യോഗത്തിൽ വളരെ നിർണായകമായ ഒരു യോഗമാണ്. കടുത്ത നിലപാട് ഈ ഘടകകക്ഷികളൊക്കെ യോഗത്തിൽ അറിയിക്കുമെന്ന് തന്നെയല്ലേ കരുതേണ്ടത്? അനുജ, ഉറപ്പായിട്ടും. കാരണം ADGP MR അജിത് കുമാറിനെ മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നു എന്നുള്ള അഭിപ്രായം ഘടകകക്ഷികൾ ചിലർക്കുണ്ട്. CPI ഇന്നലെ അവരുടെ നിലപാട് CPI സംസ്ഥാന സെക്രട്ടറി പരസ്യമായി വ്യക്തമാക്കുകയും ചെയ്തു. ഇന്നലെ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞത് ആ കൂടിക്കാഴ്ചയുടെ പൊരുളറിയാൻ അവകാശമുണ്ട് എന്നുള്ളതായിരുന്നു. അപ്പോൾ തന്നെ നമുക്ക് ആ CPIയുടെ നിലപാട് ഇക്കാര്യത്തിൽ വ്യക്തമായതാണ്. മാത്രമല്ല, ഇന്ന് മന്ത്രി K രാജൻ ഈ മുന്നണി യോഗത്തിന് പങ്കെടുക്കാൻ വേണ്ടി എത്തിയപ്പോൾ അദ്ദേഹത്തോട് ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഉറച്ചു നിൽക്കാതെ എങ്ങനെ എന്നുള്ള മറുപടിയായിരുന്നു അദ്ദേഹത്തിൻ്റെത്. അപ്പോൾ അത് നമുക്ക് ആ രീതിയിൽ തന്നെ അതിനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. രണ്ടാമത്തേത് 3:30-ക്കാണ് മുന്നണി യോഗം തീരുമാനിച്ചതെങ്കിലും 3 മണിക്ക് ഇന്ന് ബിനോയ് വിശ്വം ഇവിടേക്ക് എത്തി, അതായത് AK സെന്ററിലേക്ക് എത്തി CPM സംസ്ഥാന സെക്രട്ടറിയുമായി ഒരു യോഗം, ഒരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ആ യോഗത്തിൽ CPI അവരുടെ നിലപാട് വ്യക്തമാക്കി എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. ആ നിലപാട് ഇങ്ങനെയാണ്: ക്രമസമാധാന ചുമതലയിൽ ADGP MR അജിത് കുമാർ തുടരുന്നത് ശരിയായി പോകില്ല, അല്ലെങ്കിൽ ശരിയാകില്ല എന്നുള്ള ഒരു നിലപാട് CPI മുന്നണി യോഗത്തിന് മുൻപ് CPM-നെ അറിയിച്ചിട്ടുണ്ട്. അതും നമുക്കൊരു കാര്യമായി ഉയർത്തി കാണിക്കാം. രണ്ടാമത്തേത് RJD അടക്കമുള്ള ഘടകകക്ഷികളുടെ നിലപാടാണ്. RJDയിലെ വർഗീസ് ജോർജിന്റെ നിലപാട് നമ്മൾ ബൈറ്റായി കേട്ടു, അദ്ദേഹത്തിന്റെ പ്രതികരണമായി തന്നെ കേട്ടു. അദ്ദേഹം പറഞ്ഞത് അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റണം, മുന്നണി യോഗത്തിൽ ഇക്കാര്യം അറിയിക്കും. ADGP RSS നേതാക്കളെ കണ്ടത് ഇടതുപക്ഷ സർക്കാരിന് യോജിച്ചതല്ല, ഇക്കാര്യം മുന്നണിയെ നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട് എന്നുള്ളൊരു സമീപനം RJDയും സ്വീകരിക്കുന്നുണ്ട്. മറ്റ് ഘടകകക്ഷികളിൽ ഇപ്പോൾ മാത്യു ടി തോമസിന്റെ നിലപാട് നമ്മൾ കേട്ടത് പറയാനുള്ളത് മുന്നണിയിൽ കമ്മിറ്റിയിൽ പറയും എന്നുള്ളതാണ്. അപ്പോൾ അതടക്കമുള്ള കാര്യങ്ങൾ കൂട്ടി വായിക്കുമ്പോൾ ആരെങ്കിലും ഈ വിഷയത്തിൽ ഘടകകക്ഷികൾക്ക് അങ്ങനെ ഒരു അഭിപ്രായം, അതല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് സമാനമായ ഒരു അഭിപ്രായമുണ്ട് എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല. ഈ മുന്നണി യോഗത്തിന് മണിക്കൂറുകൾക്ക് മുൻപ് PV അൻവർ അദ്ദേഹത്തിന്റെ അടുത്ത ബോംബ് പൊട്ടിച്ചു. അദ്ദേഹം 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. അതിലൊന്ന്, ADGP RSS നേതാക്കളുമായി നടത്തിയ ചർച്ചയുടെ ഇന്റലിജൻസിന്റെ റിപ്പോർട്ട് അത് ADGP MR അജിത് കുമാർ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയും ചേർന്ന് പൂഴ്ത്തിവെച്ചു എന്നുള്ള ഒന്നാമത്തെ ആരോപണം. വിശ്വസിച്ചവർ ചതിച്ചാൽ എന്ത് ചെയ്യും എന്നുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണം. അതിനുമപ്പുറത്തേക്ക് രണ്ടാമത്തേത് അദ്ദേഹം പറഞ്ഞത് ഈ സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിച്ച കേസ് അട്ടിമറിക്കാനുള്ള ശ്രമം നടന്നു, പിന്നീട് മുഖ്യമന്ത്രി മറ്റു ചില ഉദ്യോഗസ്ഥരെ നിയമിച്ചിട്ടുള്ള അക്കാര്യത്തിൽ സത്യം പുറത്തു കൊണ്ടുവന്നത് എന്നുള്ള കാര്യം കൂടി ഇന്ന് PV അൻവർ പറയുന്ന സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ മുന്നണി യോഗത്തിൽ വളരെ ഗൗരവമായി തന്നെ ഈ വിഷയങ്ങൾ ചർച്ചയാകും. ആ വിഷയങ്ങൾക്കൊടുവിൽ മുഖ്യമന്ത്രി എടുക്കുന്ന നിലപാട് നിർണായകമാകും. മുഖ്യമന്ത്രി ഇന്ന് വിശദീകരിക്കുക, ഇക്കാര്യത്തിൽ ഉന്നതതല അന്വേഷണം നടക്കുന്നുണ്ട്, അന്വേഷണത്തിന് ശേഷം നടപടി ഉണ്ടാകും എന്നുള്ള ഒരു തീരുമാനം മുഖ്യമന്ത്രി അറിയിച്ചാൽ പോലും അതിനുശേഷം ഉയരുന്ന അഭിപ്രായങ്ങൾക്ക് വലിയ പ്രസക്തിയുണ്ട്. മാത്രവുമല്ല, ഈ വിഷയത്തിൽ
മുന്നണിയിലെ സമവാക്യം തെറ്റാതെ കൊണ്ടുപോവുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം കൂടി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനുണ്ട്. CPM സംസ്ഥാന സെക്രട്ടറിയുടെ നിലപാടും ആ രീതിയിൽ നിർണായകമാണ്. അതായത് MR അജിത് മുഖ്യമന്ത്രിക്ക് മൃദു സമീപനം എന്നുള്ളൊരു അഭിപ്രായം അത് CPM-ലെ ചില നേതാക്കൾക്ക് തന്നെയുണ്ട്. അവരത് വരുന്ന സംസ്ഥാന നേതൃയോഗങ്ങളിൽ ചൂണ്ടിക്കാണിക്കാനും ഇരിക്കുകയാണ്. പക്ഷേ മുന്നണി യോഗത്തിൽ അവരത് ഉന്നയിച്ചില്ലെങ്കിൽ പോലും വരുന്ന സംസ്ഥാന നേതൃയോഗങ്ങൾ അത് ഉന്നയിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കുന്ന ഒരു പ്രത്യേക ഘട്ടത്തിൽ ADGP MR അജിത് കുമാറിനെ കൈവിടാമെന്ന് മുഖ്യമന്ത്രി തീരുമാനിച്ചാൽ അല്ലെങ്കിൽ തീരുമാനിക്കുന്ന ഒരു നിർണായകമായിട്ടുള്ള ഒരു നീക്കം അത് ഇടതുമുന്നണിയിൽ ഉണ്ടാകുമോ എന്നുള്ളതാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത്. അതാണ് ഇപ്പോൾ നിർണായക LDF യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുകയാണ്. ഈ യോഗത്തിൽ സഖ്യകക്ഷികൾ അവരുടെ നിലപാട് അറിയിക്കും. യോഗം തുടങ്ങുന്നതിന് തൊട്ട് മുൻപുള്ള ചില പ്രതികരണങ്ങളിലും അവരത് പറയുന്നുണ്ട്. എന്ത് നിലപാടിലേക്ക് മുഖ്യമന്ത്രി പോകുമെന്നുള്ളത് തന്നെയാണ് നിർണായകം. യോഗ തീരുമാനങ്ങളൊക്കെ കുറച്ച് സമയത്തിനകം നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഔദ്യോഗിക വാർത്താ സമ്മേളനം ഉണ്ടാകും. നമുക്കൊപ്പം ന്യൂസ് ഈവനിംഗിൽ ഇന്ന് തത്സമയം ചേർന്നത് സ്വാമി സന്ദീപാനന്ദഗിരി, ശ്രീ റെജി ലൂക്കോസ് ഇടത് സഹയാത്രികൻ, അഡ്വക്കേറ്റ് വസന്ത് കോൺഗ്രസിന്റെ പ്രതിനിധി, ശ്രീ പ്രിൻറ്റു മഹാദേവ് BJP പ്രതിനിധി എന്നിവരാണ്. ആദ്യം അഡ്വക്കേറ്റ് വസന്ത്, ഇപ്പോൾ ഇന്ന് ഈ വിവാദങ്ങളെല്ലാം നമുക്കറിയാം PV അൻവർ തൊടുത്തുവിട്ട വിവാദങ്ങളാണ്. അദ്ദേഹമാണ് ഈ ആരോപണങ്ങളെല്ലാം ഉന്നയിച്ചതും അതിന് മേലാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നടപടിയുണ്ടായതും. അത് മലപ്പുറത്തെ പോലീസ് സംവിധാനം പൂർണ്ണമായി ഒരു അഴിച്ചുപണിയിലേക്ക് പോകുന്നു. അതിനു മുൻപ് സുജിത് ദാസ്, അങ്ങനെ നമ്മളത് ആ കാര്യങ്ങളെല്ലാം കണ്ടു. ഇന്നിപ്പോൾ അല്പസമയം മുൻപ് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ചോദിച്ച ചോദ്യത്തിനൊരു ഉത്തരമാണ്. മാധ്യമങ്ങൾ ചോദിച്ചൊരു ചോദ്യം, അതായത് ADGP RSS കൂടിക്കാഴ്ച, അതേക്കുറിച്ചുള്ള റിപ്പോർട്ട് ഇന്റലിജൻസിന്റെ റിപ്പോർട്ടുണ്ടായിരുന്നു, അത് പുറത്തു വന്നതാണ്. അത് മുഖ്യമന്ത്രി കണ്ടിട്ടും മൗനം പാലിച്ചു. എന്തുകൊണ്ട്? മുഖ്യമന്ത്രി സംരക്ഷിക്കുകയായിരുന്നു? ഈ ചോദ്യമാണ് നമ്മളൊക്കെ ഉന്നയിച്ചുകൊണ്ടിരുന്നത്. അതിനൊരു മറുപടി ഇന്നിപ്പോൾ PV അൻവർ പറഞ്ഞിരിക്കുകയാണ്. ഈ റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ പക്കലേക്ക് എത്തിയിട്ടില്ല. അത് മൂടിവെച്ച 2 പേർ, ADGP-യും ഒപ്പം പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയും. ബാരിക്കേഡ് എന്ന വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത്. മുഖ്യമന്ത്രിയിലേക്ക് കാര്യങ്ങൾ എത്താതെ ബാരിക്കേഡായി നിൽക്കുകയാണ്. P ശശി യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് എന്താണ്? ഇത്തരം കാര്യങ്ങൾ മുഖ്യമന്ത്രിയെ അറിയിക്കുക എന്നൊരു പ്രധാനപ്പെട്ട ദൗത്യം നിർവഹിക്കേണ്ടയാൾ അത് ചെയ്തിട്ടില്ല. മുഖ്യമന്ത്രി ഇതൊന്നും അറിഞ്ഞിട്ടില്ല. ഇത് വിശ്വാസയോഗ്യമാണോ? നോക്കൂ, എല്ലാ സംസ്ഥാനത്തും ഏത് മുഖ്യമന്ത്രിയുടെ ദിവസം ആരംഭിക്കുന്നത് ഇന്റലിജൻസ് മേധാവിയെ കണ്ടുകൊണ്ടാണ്. അതേ ഇന്റലിജൻസ് മേധാവിയെ കണ്ടുകൊണ്ട് തന്നെയാണ് അന്നത്തെ ദിവസം അവസാനിക്കുകയും ചെയ്യുക. സംസ്ഥാനത്ത് ഏതൊക്കെ ഈച്ച ഏതൊക്കെ വഴിയിൽ പറന്നു എന്ന് മുഖ്യമന്ത്രിക്ക് വളരെ കൃത്യമായി റിപ്പോർട്ട് കൊടുക്കുക എന്നുള്ളത് ഇന്റലിജൻസ് മേധാവിയുടെ ഉത്തരവാദിത്തമാണ്. ആ ഇന്റലിജൻസ് മേധാവിയെ കൊടുക്കുന്ന റിപ്പോർട്ട് തെറ്റാണ് എന്ന് അറിഞ്ഞിട്ടും മുഖ്യമന്ത്രി ഇതുവരെ അത് പൂഴ്ത്തിവെക്കുകയും അതിനെതിരെ നടപടി സ്വീകരിക്കാതിരിക്കുകയും ചെയ്തതിനെ പറ്റിയാണല്ലോ നിങ്ങൾ ഇന്ന് അൻവറിനോട് ചോദിക്കുന്നത്. അൻവർ പറയുന്നത് മുഖ്യമന്ത്രി അത് അറിഞ്ഞില്ല, P ശശി അത് ഒരു ബാരിക്കേഡായി മറച്ചു വെച്ചു എന്നാണെങ്കിൽ ആ ബാരിക്കേഡിനെ ചാടിക്കടന്ന് കഴിഞ്ഞ ദിവസം അൻവർ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ പെടുത്തിയല്ലോ. ശ്രീ P അൻവർ തന്നെ ഈ ബാരിക്കേഡ് ചാടി മറികടന്ന് മുഖ്യമന്ത്രിയുടെ അടുത്തെത്തി നിങ്ങളും ഞാനും അടങ്ങുന്ന മാധ്യമപ്രവർത്തകരോടും പ്രതിപക്ഷത്തോടുമൊക്കെ വളരെ കൃത്യമായി വിവരങ്ങൾ പറഞ്ഞല്ലോ. അത് പറഞ്ഞിട്ട് എത്ര ദിവസമായി? ഒരാഴ്ച കഴിഞ്ഞല്ലോ, അടുത്തായല്ലോ. എന്നിട്ട് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് നടപടി സ്വീകരിക്കാൻ സാധിക്കാത്തത്? P ശശി തടഞ്ഞു വെച്ചു, ADGP തടഞ്ഞു വെച്ചു എന്നുള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ. ആ തടസ്സങ്ങളെയൊക്കെ അതിലംഘിച്ചുകൊണ്ട് ഈ വിവരം മുഖ്യമന്ത്രിയുടെ ചെവിയിലെത്തിയിട്ട് ഇന്നേക്ക് 7ാമത്തെ ദിവസം കടക്കുകയാണ്. എന്തുകൊണ്ടാണ് നടപടി എടുക്കാത്തത്? P ശശിയെ മാറ്റാൻ എന്തുകൊണ്ട് പാർട്ടി തയ്യാറാവുന്നില്ല? ADGP-യോട് ലീവിൽ പോകാൻ പറയുന്നു. അതേ ADGP തിരിച്ചു വന്ന് ഞാൻ ലീവൊന്നും എനിക്ക് ആവശ്യമില്ല, ഞാൻ ക്രമസമാധാന ചുമതലയിൽ അമർന്നിരിക്കാനാണ് തീരുമാനിക്കുന്നതെന്ന് പറയുമ്പോൾ തമാമൊരു അക്ഷരം മിണ്ടാൻ മുഖ്യമന്ത്രി പിണറായി വിജയന് സാധിക്കാത്തത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ 30 വെള്ളിക്കാശിനാണ് യൂദാസ് ക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്തതെങ്കിൽ മാസപ്പടിക്ക് വേണ്ടിയാണ് CPM-നെ, ഈ സംസ്ഥാനത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ, അതിൽ വിശ്വസിക്കുന്ന പ്രവർത്തകരെ പിണറായി വിജയൻ ഒറ്റിക്കൊടുത്തത് എന്ന് പറയേണ്ടി വരും. മാസപ്പടി അടക്കമുള്ള വിവിധ വിഷയങ്ങളിൽ SFIO അന്വേഷണം എന്തൊക്കെയായിരുന്നു? ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് എന്തൊക്കെയായിരുന്നു കേന്ദ്ര ഏജൻസികളെ കൊണ്ട് ഇവിടെ നടമാടിയിരുന്നത്? അമ്പും വില്ലും മലപ്പുറം കത്തി ഇപ്പോൾ ഇതാ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് പറന്നിറങ്ങാൻ പോകുന്നു കേന്ദ്ര ഏജൻസികൾ എന്ന പ്രതീതിയായിരുന്നല്ലോ. എന്നാൽ ഇലക്ഷൻ റിസൾട്ട് വരുന്നു, തൃശ്ശൂരിൽ അവർ ആഗ്രഹിച്ച പോലെ അവർക്കൊരു MP ഉണ്ടാകുന്നു. എവിടെ പോയി കേന്ദ്ര ഏജൻസികൾ? റിസൾട്ട് വന്നതിന്റെ പിറ്റേന്ന് വെച്ച് ഈ സംസ്ഥാനത്ത് നിന്ന് വണ്ടി പിടിച്ചു കേന്ദ്ര ഏജൻസികൾ. പക്ഷേ ഇതിന് ഇന്നലെ CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞ മറുപടി താങ്കൾ ശ്രദ്ധിച്ചില്ലേ അഡ്വക്കേറ്റ് വസന്ത്? ഇന്നലെ മുഖ്യമന്ത്രി സംസാരിച്ച അതേ വേദിയിൽ തന്നെ MV ഗോവിന്ദൻ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഡീൽ വേണമെന്നുണ്ടെങ്കിൽ അതിന് ഈ ഉദ്യോഗസ്ഥനെ ഉപയോഗിക്കേണ്ടതുണ്ടോ? ഞങ്ങൾക്ക് നേരിട്ടാകാമല്ലോ, മോഹൻ ഭാഗവതുമായി വേണമെങ്കിൽ ഞങ്ങൾക്ക് ഡീൽ ഉറപ്പിക്കാമല്ലോ. ഇത് താങ്കൾ കേട്ടതല്ലേ? അപ്പോൾ എന്തിനാണ് ഇങ്ങനെ ഒരു ഉദ്യോഗസ്ഥനെ ഉപയോഗിക്കുന്നത്? ചോദ്യം ചോദിക്കുന്നത് പാർട്ടിയാണ്.
അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയ ഡീലല്ല. ഇത് BJPയുടെ കേരളത്തിലെ ഏജന്റ് പിണറായി വിജയൻ, അദ്ദേഹത്തിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട് വന്ന ആരോപണങ്ങൾ, ആക്ഷേപങ്ങൾ, അന്വേഷണങ്ങൾ അത് ഒത്തുതീർക്കാൻ വേണ്ടി പിണറായി വിജയന് വേണ്ടി, ഞാൻ വളരെ ക്ലിയർ ആണ്, പിണറായി വിജയന് വേണ്ടി നടത്തിയ ഒരു ഡീലാണ്. അല്ലാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPM അറിഞ്ഞ്. പക്ഷേ ഈ ആരോപണങ്ങൾ, അതിനുശേഷം വന്ന ആരോപണങ്ങളൊക്കെ ഈ മുഖ്യമന്ത്രിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് വന്ന ആരോപണങ്ങൾ അതിനുശേഷമല്ലേ പുറത്തു വന്നത്? അങ്ങനെയാണ് എൻ്റെ ഒരു ഓർമ്മ. അതായത് ഈ കൂടിക്കാഴ്ച ഉണ്ടായതിനു ശേഷം 2-3 മാസങ്ങൾക്ക് ശേഷമാണ് ഈ ആരോപണമൊക്കെ പുറത്തു വന്നത്. അതുകൊണ്ട് തന്നെ കുടുംബത്തിനെതിരായ ആരോപണങ്ങൾ ഒതുക്കി തീർക്കാൻ എന്നുള്ള വാദം എത്രത്തോളം നിലനിൽക്കും എന്നതിൽ എനിക്ക് സംശയമുണ്ട്. അഡ്വക്കേറ്റ് വസന്ത്, ഞാൻ താങ്കളിലേക്ക് എത്താം. ശ്രീ റെജി ലൂക്കോസ്, ഇന്നിപ്പോൾ PV അൻവർ പറഞ്ഞിട്ടുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതൊന്നും മുഖ്യമന്ത്രി അറിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്ന കാര്യങ്ങൾ, പോലീസ് മേധാവി ചില കാര്യങ്ങൾ ചെയ്യുന്നു, അത് പിന്നീട് ഇന്റലിജൻസ് റിപ്പോർട്ട് വരുന്നു, അത് പൂഴ്ത്തിവെക്കുകയാണ് പോലീസ് മേധാവി, അതിന് കൂട്ടുനിൽക്കുന്നത് പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ്. മുഖ്യമന്ത്രി വിശ്വസിച്ചു പോയി ഇവരെയൊക്കെ. വിശ്വസിച്ചവർ ചതിച്ചാൽ എന്തു ചെയ്യും? അങ്ങനെ ചതിക്കപ്പെട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു ഇരയുടെ പരിവേഷം കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ PV അൻവർ മുഖ്യമന്ത്രിക്ക്. ഇത് നമ്മൾ വിശ്വസിക്കണമോ? കേരളത്തിലെ ജനങ്ങൾ ഈ കാര്യം വിശ്വസിച്ചുകൊണ്ട് മിണ്ടാതിരിക്കണം എന്നാണോ ശ്രീ റെജി ലൂക്കോസ്? കാരണം ഈ പറയുന്നത് അത് ലോജിക്കലി നിലനിൽക്കുന്ന ഒരു വാദമാണോ? അനുജ, PV അൻവർ കേരളത്തിൽ കഴിഞ്ഞ 10-11 ദിവസമായിട്ട് ഉയർത്തിരിക്കുന്ന പല കാര്യങ്ങളും പ്രസക്തമാണെന്നുള്ള ഒരു പൊതുവെ ഒരു സംസാരമുണ്ട്. പൊതുസമൂഹത്തിന് മുമ്പിലും അത് ആ രീതിയിൽ തന്നെയാണ് കണക്കിലെടുക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതൊന്നും അറിയുന്നില്ല എന്നുള്ള അദ്ദേഹത്തിന്റെ ഇന്നത്തെ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് അത്ര ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അദ്ദേഹം MR അജിത് കുമാറിനെ മാറ്റണം എന്നുള്ള നിലപാടെടുത്ത് കഴിഞ്ഞ ദിവസം പരസ്യമായിട്ട് പറഞ്ഞു. ആദ്യം ആ നിലപാടെടുത്തില്ല. ആദ്യം അദ്ദേഹത്തെ കുറിച്ച് പരാതിയും കൊടുത്തിട്ടില്ല. അപ്പൊ അത് ഒരു നടപടിയിലേക്ക് പോകുന്നതിനുള്ള താമസമോ അല്ലെങ്കിൽ അദ്ദേഹം ഉദ്ദേശിക്കുന്ന രീതിയിൽ ആ നടപടിയിലേക്ക് പോകാത്തതിന്റെ വൈഷമ്യം കൊണ്ട് പറഞ്ഞതായിരിക്കാം. പിന്നെ രണ്ടാമത് ഈ പ്രധാനപ്പെട്ട ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഇവിടെ എന്റെ പ്രിയ സുഹൃത്ത് വസന്ത് ഇവിടെ എന്തുകൊണ്ട് P ശശിയുടെ രാജി സ്വീകരിക്കുന്നില്ല എന്ന് പറഞ്ഞു. 2 കാര്യങ്ങൾ അദ്ദേഹത്തിനോട് പറഞ്ഞിട്ട് ഞാൻ വീണ്ടും ഇതിലേക്ക് മടങ്ങി വരാം. ഒന്ന്, ഒരു മന്ത്രി രാജിക്കത്ത് മുഖ്യമന്ത്രിക്ക് കൊടുത്തു, ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറിന്. ആ രാജിക്കത്ത് പോക്കറ്റിൽ വെച്ചിട്ടാണെന്നോ അല്ലാണ്ട് ആ മന്ത്രിയുടെ രാജി സ്വീകരിക്കാത്തൊരു മുഖ്യമന്ത്രിയായിരുന്നു കഴിഞ്ഞ തവണ UDF ഭരിച്ചത്. രണ്ടാമത്തെ കാര്യം, കേരളത്തിലെ അതേ മുഖ്യമന്ത്രിയുടെ മകൻ ഇപ്പോൾ BJPയുടെ ലീഗൽ സെല്ലിന്റെ മെമ്പറായിട്ട്, അംഗമായിട്ട് കേന്ദ്ര സർക്കാർ നിയോഗിച്ചിരിക്കുക. അല്ല ശ്രീ റെജി ലൂക്കോസ്, ഇങ്ങനെ ഒരു താരതമ്യം നമ്മൾ ചെയ്യുമ്പോൾ പിന്നെ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ് റെജി ലൂക്കോസ്? അതിൽ നിന്ന് വ്യത്യാസമുള്ളതാണ് ഇടതുപക്ഷം എന്നുള്ളൊരു വിശ്വാസം ഉള്ളത് കൊണ്ടല്ലേ ഇത്തരം ആരോപണങ്ങൾ ഉയർന്നു വരുന്നതും അതൊക്കെ പ്രസക്തമാകുന്നതും? അല്ല, തീർച്ചയായിട്ടും 100% അതിലേക്ക് തന്നെ വരുന്നത്. അതൊന്നും ഒളിച്ചു കൊടുത്തില്ല ഒരു കാരണവശാലും. അപ്പൊ അതുകൊണ്ട് കോൺഗ്രസ്സുകാരും BJP CPMന്റെ രാഷ്ട്രീയകാര്യ സമിതിയായിട്ട് അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന P ശശിയുടെ രാജി ആവശ്യപ്പെടാന്ന് പറഞ്ഞാല് അപ്പൊ അതിനൊരു മറുപടി കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. പിന്നെ രണ്ടാമത്തെ കാര്യം, തീർച്ചയായിട്ടും അതിനൊരു സംശയമില്ല കാര്യത്തിൽ. അവിടെ ADGP MR അജിത് കുമാർ പിന്നെ തൃശ്ശൂർ വെച്ച് പിന്നെ ദത്താത്രേയ വസവല്ലയെ കണ്ടു എന്നത് അതൊരു ആരോപണം മാത്രമല്ല, അതൊരു അനുചിതമായി പോയി എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. അതിപ്പം കേരളത്തിലെ പൊതുസമൂഹത്തിന് മൊത്തത്തിൽ രാഷ്ട്രീയത്തിന് അതീതമായിട്ട് തന്നെ ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്നവർ അതിനെ തെറ്റായ ഒരു കൂടിക്കാഴ്ച എന്ന് തന്നെ പറയുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു പണിയില്ല. അപ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ഈ ഒരു കാര്യത്തിൽ ഇപ്പോൾ ഇദ്ദേഹത്തിനെതിരെ നടപടി എടുക്കുന്നത് ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യണമെന്നോ പിരിച്ചുവിടണമോ എന്നൊന്നും അല്ലല്ലോ. ഇദ്ദേഹത്തെ ഈ ക്രമസമാധാന ചുമതലയിൽ, പാലന ചുമതലയിൽ നിന്ന് മാറ്റി നിർത്താം എന്നുള്ളത് അതൊരു ബേസിക്കായി ചെയ്യേണ്ടുന്ന ഒരു കാര്യമല്ലേ ശ്രീ റെജി ലൂക്കോസ്? എന്തുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല? അതാണല്ലോ ഇപ്പോൾ ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. ആ അന്വേഷണ സംഘത്തിലുള്ളവരാരാണ്? ഇദ്ദേഹത്തിന്റെ ജൂനിയർ ലെവലിലുള്ള ഓഫീസേഴ്സാണ്. അവർക്ക് അന്വേഷണം നടത്തുന്നതിൽ ഒരു പരിമിതിയുണ്ട്. ഇപ്പോഴും അദ്ദേഹം തുടരുകയാണ്. അന്വേഷണം നടക്കുന്നുണ്ട് എന്നാണ് പാർട്ടിയും പറയുന്നത്. ഇത് എന്ത് അന്വേഷണമാണ് റെജി ലൂക്കോസ്? അത് തെറ്റായ ഒരു ഇതാണ് അവതരണമുണ്ട്. കാരണം വെച്ചാല് പിന്നെ ബഹുമാനപ്പെട്ട DGPയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. DGPക്ക് അദ്ദേഹത്തിന് മുകളിലൊരു പിന്നെ പോലീസ് ഉദ്യോഗസ്ഥരുണ്ടല്ലോ. അപ്പൊ അദ്ദേഹം അല്ല, ഇതിൽ ഈ മൊഴിയെടുപ്പും മറ്റു കാര്യങ്ങളും എല്ലാം ചെയ്യേണ്ടുന്നത് ആരാണ്? DGP അല്ലല്ലോ. ഈ മറ്റു ഉദ്യോഗസ്ഥരുണ്ടല്ലോ, ജൂനിയർ ലെവലിലുള്ള ഉദ്യോഗസ്ഥർ. ഇദ്ദേഹത്തെ കണ്ടാൽ സല്യൂട്ട് ചെയ്യേണ്ടുന്ന ഉദ്യോഗസ്ഥരല്ലേ ഈ സംഘത്തിലുള്ളത് ശ്രീ റെജി ലൂക്കോസ്? അപ്പോൾ പിന്നെ ഈ അന്വേഷണം എന്ന് പറയുന്നതിന്റെ പ്രസക്തി എന്താണ് എന്നതൊരു ചോദ്യം. ഈ അന്വേഷണ കാലയളവിലെങ്കിലും ഇദ്ദേഹത്തെ മാറ്റി നിർത്തുന്നത് കൊണ്ട് എന്താണ് പ്രശ്നം? അത് യുക്തിരഹിതമായിട്ടുള്ള ആരോപണം. കാരണം DGPക്ക് എല്ലായിടത്തും പോയി മൊഴിയെടുക്കാൻ പറ്റും. DGP എന്ന് പറയുന്നുണ്ടെങ്കിൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസാ. അദ്ദേഹമാണ് അൾട്ടിമേറ്റ് പോസ്റ്റിലിരിക്കുന്ന ആള് പോലീസിന്റെ കേരള സംസ്ഥാനത്ത്. അപ്പൊ അദ്ദേഹം ചുമതലപ്പെടുത്തുന്ന ഒരു ഉദ്യോഗസ്ഥന്മാരാണ്. അവരിപ്പം ADGPയുടെ അണ്ടറിലുള്ള ഉദ്യോഗസ്ഥന്മാരെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ഇരിക്കുന്നത്? ADGPക്ക് എല്ലാം റിപ്പോർട്ട് കൊടുക്കേണ്ടത്, റിപ്പോർട്ട് ഡയറക്ടർ കൊടുക്കേണ്ടത് DGPക്ക്. അതിന് ഉദാഹരണം പറയാം.
പിന്നെ DIG തൃശ്ശൂർ DIG പോയി അക്ബറിന്റെ അല്ല, DGPയുടെ ഇതിൽ ഇക്കാര്യത്തിലുള്ള അഭിപ്രായമൊക്കെ നേരത്തെ തന്നെ പുറത്തു വന്നതാണല്ലോ. ശ്രീ റെജി ലൂക്കോസ്, ഇദ്ദേഹത്തെ മാറ്റണമെന്നൊരു നിലപാടിലേക്ക് DGP മുൻപ് തന്നെ എത്തിയതാണ്. പക്ഷേ എന്തുകൊണ്ടോ അതിൽ നിന്ന് പിന്നാക്കം പോയി, അല്ലെങ്കിൽ മുഖ്യമന്ത്രി അതിലേക്ക് എത്തിയില്ല. ഇതാണ് നമ്മളൊക്കെ അറിഞ്ഞ കാര്യം. അപ്പോൾ ഇനി ഒരു അന്വേഷണത്തിലേക്ക് പോകുമ്പോൾ, ആ അന്വേഷണം നടക്കുമ്പോൾ ആർക്കെതിരെയാണ് അന്വേഷണം? ഇദ്ദേഹത്തിന്റെ പ്രവൃത്തികൾക്കെതിരെയാണ് അന്വേഷണം, അജിത് കുമാറിന്റെ. അദ്ദേഹം ആ ചുമതലയിൽ ഇരിക്കെ തന്നെ നടക്കുന്ന അന്വേഷണം എന്ന് പറഞ്ഞാൽ അത് എന്താണ്? നമ്മളൊരു സാമാന്യ യുക്തിക്ക് നിരക്കുന്ന ഒരു കാര്യമാണോ അത്, റെജി ലൂക്കോസ്? അല്ല, എനിക്ക് അതിനകത്ത് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് DGP ഇങ്ങനെ ഒരു അഭിപ്രായം മുഖ്യമന്ത്രിയുടെ അടുത്ത് പറഞ്ഞു എന്ന് പറഞ്ഞത് നിങ്ങൾ വാർത്തകളിലൂടെ ചമച്ച ഒരു വക്രീകരണം മാത്രമാണ്. DGPയും മുഖ്യമന്ത്രിയുടെ കൂടിക്കാഴ്ച സ്ട്രിക്ട്ലി കോൺഫിഡൻഷ്യൽ ആണ്. വളരെ രഹസ്യമായിട്ടുള്ള അവർ കാണുന്നത്. ആ റൂമിനകത്ത് വേറൊരു സെക്യൂരിറ്റിക്കാരൻ പോലും നിൽക്കാൻ പറ്റത്തില്ല. അപ്പൊ അദ്ദേഹം കൊടുക്കുന്ന ബ്രീഫിംഗ് എന്താണെന്നുള്ളൊരു ഒരു കാരണവശാലും ഇനിയിപ്പം അതിന് തീരുമാനം കണ്ട മുഖ്യമന്ത്രിയാണ്. രണ്ടാമത്തെ വസ്തുത എന്ന് പറയുന്നത് അന്വേഷണം അദ്ദേഹത്തിന് മാറ്റി നിർത്തുക എന്നുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, ഗവൺമെന്റ് എന്ന് പറയുന്നത് ഒരു എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, ഇംപ്ലിമെന്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. പാർട്ടിയും മറ്റു രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞിട്ടുണ്ട് രാഷ്ട്രീയ പാർട്ടികളാണ്. അപ്പൊ സർക്കാർ ചില തീരുമാനങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ അന്വേഷണം പ്രഖ്യാപിച്ചതിലേക്ക് ആ അന്വേഷണ റിപ്പോർട്ട് കിട്ടണം. ആ അന്വേഷണ റിപ്പോർട്ടിന്റെ പ്രഥമ ദൃഷ്ടിയാൽ തെറ്റുകാരനാണെന്ന് ബോധ്യപ്പെട്ടുകൊണ്ടാണല്ലോ പത്തനംതിട്ട SP സുജിത് ദാസിനെ പിന്നെ സസ്പെൻഡ് ചെയ്തത്. ഇന്നലെ പിന്നെ നമ്മുടെ മലപ്പുറം SP വിജിലൻസിലേക്ക് എറണാകുളത്തേക്ക് ട്രാൻസ്ഫർ ചെയ്തു. പാലക്കാട് ഒരു DYSP സസ്പെൻഡ് ചെയ്തു. 7 DYSPമാരെ അതെല്ലാം ഉണ്ട്. അതായത് താഴത്തെ ലെയറിലുള്ളവരെയൊക്കെ ഇങ്ങനെ നടപടിയെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റുന്നു. ഇതെല്ലാം നടക്കുന്നുണ്ട്. പക്ഷെ ഏറ്റവും മുകളിലിരിക്കുന്ന ആളെ തൊടുന്നില്ല. തൽക്കാലത്തേക്കൊന്ന് മാറ്റി നിർത്താമല്ലോ ഈ അന്വേഷണം കഴിയുന്നത് വരെ. ഒരുപക്ഷെ അന്വേഷണത്തിൽ അദ്ദേഹം ക്ലീൻ ചിറ്റ് മേടിച്ച് തിരിച്ചു വരികയാണെങ്കിൽ വരട്ടെ. പക്ഷെ ഈ അന്വേഷണ കാലയളവിലേക്ക് മാറി നിൽക്കാൻ മുഖ്യമന്ത്രിക്ക് പറയാൻ ഇത്ര മടി എന്തിനാണ്? ഇതൊരു സാമാന്യ ജനത്തിന് തോന്നുന്ന സംശയം ഞാൻ താങ്കളോട് ചോദിക്കുകയാണ്, റെജി ലൂക്കോസ്. സ്വാഭാവികമായിട്ട് ആ സംശയം പൊതുസമൂഹത്തിന് മുമ്പിലുണ്ട്. അതിനോട് മറുപടിയോടെ പറയാൻ ബാധ്യസ്ഥരല്ല നമ്മൾ. അതായത് സ്വാഭാവികമായിട്ടും ഒരു ADGPക്കെതിരെ അദ്ദേഹത്തിനെ അവിടുന്ന് മാറ്റി നിർത്താനായിട്ട് മുഖ്യമന്ത്രിക്ക് ഒരു ഒറ്റ ഓർഡർ ഇട്ടാൽ മതി. പക്ഷെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ശൈലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ബോധ്യം വരുന്ന കാര്യങ്ങൾ ശരിയെന്ന് ബോധ്യം വന്നു കഴിഞ്ഞാൽ അദ്ദേഹം തീരുമാനം എടുക്കും. ഇതുവരെ കേരളത്തിൽ അദ്ദേഹത്തിന്റെ തീരുമാനങ്ങളെല്ലാം പോസിറ്റീവായിരുന്നു. നിങ്ങൾക്കറിയാമല്ലോ, കഴിഞ്ഞ 8.25 വർഷമായിട്ട് കേരളത്തിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി പല പ്രതിസന്ധി ഘട്ടങ്ങളിൽ എടുത്തിരിക്കുന്ന തീരുമാനം അത് ജനങ്ങൾക്കൊപ്പമായിരുന്നു, ജനങ്ങളെ ചേർത്ത് പിടിച്ചായിരുന്നു, നിയമത്തിന്റെ വഴിയെ സഞ്ചരിച്ചു തന്നെയായിരുന്നു. ഒരു തർക്കമില്ല കാര്യത്തിൽ. അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങളിപ്പോ എഴുതി കൊടുക്കുന്ന ഒരു കത്തിൽ ഒപ്പിട്ട് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാന്ന് പറയുന്നല്ലോ. പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തി ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണ്. ഇപ്പൊ LDF കൂടാൻ പോകുന്നു. ഇപ്പൊ നിങ്ങളുടെ റിപ്പോർട്ടിനകത്ത് ഞാൻ കണ്ടു എന്താ കണ്ടിരിക്കുന്നത്, CPI ഉന്നയിക്കുന്നു പറയുന്നു, RJD ഉന്നയിക്കുന്നു പറയുന്നു. CPI ഉന്നയിക്കുന്നു പറഞ്ഞിട്ടില്ല എങ്കിലും അവർ ആ നിലപാടില്ലെന്ന് പറയുന്നു. RJD ഉന്നയിക്കുന്നു പറയുന്നു. അപ്പൊ LDF ചർച്ച ചെയ്യട്ടെ. അതിനുള്ള രാഷ്ട്രീയകാര്യ സമിതി എന്ന് പറയുന്നത് LDF അത് ചർച്ച ചെയ്ത് അതിനെ ചർച്ച ചെയ്യുമെങ്കിൽ, എനിക്ക് ചർച്ച ചെയ്യുമെന്ന് പറയേണ്ട ആധികാരികമായിട്ട് യാതൊരു അവകാശവുമില്ല. ചെയ്യുമെങ്കിൽ അത് മുഖ്യമന്ത്രിയോട് മറുപടി പറയും. മുഖ്യമന്ത്രി മറുപടി പറയുമ്പോഴത്തേക്ക് അത് കേസാണോ നോയാണെന്നുള്ളത് കണ്ടിട്ട് നമുക്ക് അതിനകത്ത് വിധി എഴുതിയാൽ പോരെ. അപ്പൊ അതുകൊണ്ട് കേരളത്തിനെ സംബന്ധിച്ചോളം RSSുമായിട്ടൊരു ബാന്ധവം എന്ന് പറയുന്നത് ഇന്നലെ മുഖ്യമന്ത്രി ചരിത്രം വിതറിക്കൊണ്ട് തന്നെ പറയുകയും ചെയ്തു. തന്നെ ഞാൻ പറഞ്ഞു, കേരളം ഭരിക്കുന്ന കോൺഗ്രസ് അല്ല, അത് CPM 318ഓളം എന്താ പറയുക രക്തസാക്ഷികളെ സൃഷ്ടിച്ചിട്ടുള്ള ഭൂരിപക്ഷവും വെട്ടിക്കൊണ്ടിരിക്കുന്ന RSS BJPക്കാരാ. അത് തന്നെയാണ് ശ്രീ റെജി ലൂക്കോസ്. അതായത് ഇത്തരത്തിൽ ഈ രക്തസാക്ഷികളുടെ കുടുംബത്തോടൊക്കെ എന്ത് മറുപടി പറയുമെന്ന ചോദ്യം തന്നെയാണല്ലോ ഉയർന്നു വരുന്നത്. കാരണം സംസ്ഥാനത്തിന്റെ ഈ ഏറ്റവും ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ RSSുമായി നടത്തുന്ന ഈ ബാന്ധവം, അത് പല തലങ്ങളിൽ നിന്ന് അതിന്റെ വിവരങ്ങൾ വരുമ്പോൾ ഇതെന്താണ് സർക്കാരിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സംശയം അവർക്ക് തോന്നാം. അവരോട് മറുപടിയും പറയേണ്ടതുണ്ട്. അത് യുക്തിസഹമായ ഒരു മറുപടി തന്നെയാണ് പറയേണ്ടത്. തിരികെ ന്യൂസ് ഈവനിങ്ങിലേക്ക്. ശ്രീ പ്രിൻറ്റു മഹാദേവ്, ഇപ്പോൾ ഇതിൽ ഏറ്റവും വലിയ വിവാദമായി മാറിയിരിക്കുന്നത് ഇപ്പോൾ സ്വർണ്ണക്കടത്തുണ്ട്, സ്വർണം പൊട്ടിക്കൽ സംഘവുമായുള്ള ബന്ധം, ഇതെല്ലാം ഉണ്ടെങ്കിൽ പോലും ഈ RSSുമായുള്ള കൂടിക്കാഴ്ച എന്നുള്ളത് ഏറ്റവും ഗൗരവത്തിലേക്ക് എടുത്തിരിക്കുന്നു. അത് സർക്കാരും പാർട്ടിയും മുഖ്യമന്ത്രിയും ഒക്കെ അങ്ങനെയാണ്. കാരണം ഇന്നലെ മുഖ്യമന്ത്രി ഈ പൊതുപരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുമ്പോൾ RSSുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചുള്ള മറുപടിയാണ് പറയുന്നത്. അവിടെയും ചരിത്രം പറഞ്ഞുകൊണ്ടുള്ള മറുപടി, കോൺഗ്രസിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള മറുപടി, മാധ്യമങ്ങൾക്കും പഴിയുണ്ട്. ആ തരത്തിലേക്കാണ് അദ്ദേഹം മറുപടി പറയുന്നത്. അപ്പോൾ ഇവിടെ എന്തായിരിക്കാം ഈ കൂടിക്കാഴ്ചയുടെ ഉദ്ദേശ്യം എന്നുള്ളത് RSS വിശദീകരിക്കും എന്നാണ്. അല്ലെങ്കിൽ ഇതിലെന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്നത് RSS വിശദീകരിക്കേണ്ടതാണ് എന്ന് പറഞ്ഞത് പി മുരളീധരനാണ്. പക്ഷെ ഇതുവരെ ഒരു വിശദീകരണവും കേട്ടില്ലല്ലോ. എന്താണ് ഒരു സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള ADGPയുമായി നിങ്ങൾക്കുള്ള ബന്ധം? അല്ല, ഇതിനകത്ത് RSS മറുപടി പറയണം എന്ന് പറയുന്നതിൻ്റെ ഔചിത്യം നമുക്കറിയാം. എല്ലാ കാലഘട്ടത്തിലും RSS എല്ലാ കാര്യങ്ങൾക്കും അങ്ങനെ മറുപടി പറഞ്ഞുകൊണ്ട് ഒരു പൊതുജന സമൂഹത്തിൽ ഈ നാട്ടിൽ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും അതേ സമയത്ത് പ്രതികരിക്കുന്ന ഒരു പ്രസ്ഥാനമൊന്നുമല്ല.
രണ്ടാമത്തെ ഒരു കാര്യം, RSSന്റെ രണ്ടാമത്തെ, അതായത് സർസംഘചാലക കഴിഞ്ഞ രണ്ടാമത്തെ ശ്രേണിയിൽ നിൽക്കുന്ന ദത്താത്രേയ ഹൊസബളെയാണ് അധികം ചർച്ച ചെയ്തു എന്ന് പറയുന്ന ആള്. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്കറിയാം ADGP അങ്ങനെ പറയുന്നു എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ അങ്ങനെ ഒരു കൂടിക്കാഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്നതിൽ നിങ്ങൾക്ക് സംശയമുണ്ട്. അല്ല, കൂടിക്കാഴ്ച നടന്നിട്ടുണ്ടാകും. ഞാൻ പറയട്ടെ, ഇപ്പോൾ പൊതുവെ സംഘത്തിന്റെ ഒരു രീതി അനുസരിച്ച് സംഘത്തിന്റെ ഉന്നത അധികാരികൾ കേരളത്തിൽ വരുന്ന സമയത്ത് വിവിധ ആളുകളുമായിട്ട് ഇപ്പോൾ സമ്പർക്കം നടത്താറുണ്ട്. സ്വാഭാവികമായിട്ട് അതേ സമയത്ത് തന്നെ ദത്താത്രേയ ഹൊസബള ISROയുടെ തലവനുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട്. അതോടെ തന്നെ RSSനെ സംബന്ധിച്ച് RSS അതിന്റെ 100ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. സ്വാഭാവികമായിട്ട് RSSന്റെ പ്രവർത്തന പദ്ധതികളുമായി മുന്നോട്ട് പോകുന്ന സമയത്ത് സമൂഹത്തിന്റെ വിവിധ ഘടനയിൽപ്പെട്ട വിവിധ ആളുകളുമായിട്ട് സംഘം ചർച്ച നടത്തിയിട്ടുണ്ട്. സമൂഹത്തിന്റെ വിവിധ ഘടനയിൽപ്പെടുന്ന ആൾ എന്ന തരത്തിലേക്ക് നമുക്കൊരു സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള ADGPയെ കാണാൻ കഴിയുമോ പ്രിന്റു? തീർച്ചയായും. എന്താ സംശയം? നമുക്കറിയില്ല, RSS എന്ന് പറഞ്ഞൊരു ബഹുജന സംഘടനയാണ്. സ്വാഭാവികമായിട്ട് ഈ കേരളത്തിൻ്റെ അല്ലെങ്കിൽ ഭാരതത്തിലെ ഏറ്റവും കൂടുതൽ ഓൾ ഇന്ത്യ റേഡിയേക്കാൾ കൂടുതൽ സ്വാധീനമുള്ള ഒരു പ്രസ്ഥാനമാണ്. ഈ സംസ്ഥാനത്തിൻ്റെ ADGPക്ക് RSSന്റെ ഒരു മേധാവിയുമായിട്ട് സംസാരിക്കണം എന്ന് പറയുന്നതിന് യാതൊരു തെറ്റും ഞങ്ങൾ കാണുന്നില്ല. അദ്ദേഹത്തിന് അപ്പോയിൻമെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അതിലെന്താ പ്രശ്നം? അപ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹം അവിടെ വരുന്നു, അദ്ദേഹം കാണുന്നു, സംസാരിക്കുന്നു. ഇതൊരു RSSന്റെ ഒരു കീഴ്വഴക്കമാണ്. RSS എന്ന് പറഞ്ഞ പ്രസ്ഥാനം ഈ രാജ്യത്തിൽ വിവിധ ആളുകളുമായി ഇത്തരത്തിലുള്ള ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. അത് ആദ്യത്തെ സംഭവമൊന്നുമില്ല. അപ്പോൾ അതിനെ പർവ്വതീകരിച്ചുകൊണ്ട് ഒരു ഡീലിന്റെ ഭാഗമായിട്ടാണ് RSSന്റെ മേധാവിയുമായിട്ട് ചർച്ച വരുന്നു എന്നതിന്റെ ഔചിത്യമാണ് പ്രശ്നം. കാരണം നിങ്ങളൊന്ന് RSSന്റെ രണ്ടാമത്തെ ശ്രേണിയിൽപ്പെട്ട ഒരാള് CPMന്റെ ഇത്തരത്തിലുള്ള ചീള് കേസുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡീലിനിരിക്കുന്ന ആളാണ്. നിങ്ങൾ ഇപ്പോഴും RSSനെ കുറിച്ച് ഒന്നും കൂടി പഠിക്കണം. അത് അങ്ങനെയാണെങ്കിൽ ഒരു പൊളിറ്റിക്കലായിട്ടുള്ള രാഷ്ട്രീയ വിഷയമാണെങ്കിൽ ചിലപ്പോൾ പ്രകാശ് ജാവ്ദേക്കറോ അമിത്ഷായോ അല്ലെങ്കിൽ K സുരേന്ദ്രനോ V മുരളീധരൻ അടക്കമുള്ള ആളുകളുമായിട്ടാണ് ADGP ഇത്തരത്തിലുള്ള ചർച്ച നടത്തിയെന്ന് പറയുന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് അങ്ങ് ആ ഒരു ഫാക്ടിലേക്ക് കൊണ്ടുവരാം. കേരളത്തിൽ നിൽക്കുന്ന വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണെന്ന്. അതേപോലെ അത്രയും ആദരണീയനായിട്ടുള്ള RSSന്റെ രണ്ടാമത്തെ ആളുമായിട്ട് ഈ കേരളത്തിലെ ഡീലുമായി ബന്ധപ്പെട്ടാണ് ചർച്ചയ്ക്ക് ഇരുന്നു എന്ന് പറയുന്നതിന്റെ എന്നുള്ള ഒരു ചോദ്യമുണ്ടല്ലോ. ഇപ്പൊ നമുക്ക് ഈ സെൻകുമാറിന്റെ കാര്യം അറിയാം. അതുപോലെ മറ്റു പല ഇതിനു മുൻപുണ്ടായ സിവിൽ സർവീസിലൊക്കെ ഇരുന്ന പല ഉദ്യോഗസ്ഥരും നിലവിൽ എവിടെയാണ് എന്നതറിയാം. അപ്പൊ പിന്നെ ഈ കൂടിക്കാഴ്ചയ്ക്ക് പിന്നിലൊരു ദുരൂഹതയുണ്ടോ? അല്ല, ഒരു ദുരൂഹതയുമില്ല. RSSനെ സംബന്ധിച്ചിടത്തോളം ഒരു ദുരൂഹതയുള്ള പ്രസ്ഥാനമൊന്നുമല്ല. ഓപ്പൺ പ്രസ്ഥാനമാണ്, ഓപ്പൺ ബുക്കാണ് RSS. അപ്പൊ RSSനെ സംബന്ധിച്ചുള്ള RSSനെ ആർക്കും സമീപിക്കാം. ഇപ്പൊ സന്ദീപാനന്ദഗിരി ഉണ്ടല്ലോ, അദ്ദേഹം താങ്കൾ പറഞ്ഞു വരുന്നത് ഇത് താങ്കളുടെ നേതാക്കളുടെ നിലപാടുമായി ചേർന്ന് നിൽക്കുമോ എന്നത് എനിക്ക് സംശയമുണ്ട്. അതായത് ഈ ഒരു കൂടിക്കാഴ്ച എന്തായാലും മുഖ്യമന്ത്രിയുടെ അറിവോടെയല്ല, ഇത് എവിടെയെങ്കിലും ഡീൽ ഉറപ്പിക്കാനുമല്ല, ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ താല്പര്യമായിരിക്കാം. ഇതാണ് താങ്കൾ പറഞ്ഞു വരുന്നത്, ADGPയുടെ വ്യക്തിപരമായ താല്പര്യം. അല്ല, അതിനകത്ത് നോക്കൂ, നിങ്ങൾ നോക്കൂ. അല്ല, ഇതിനകത്ത് നോക്കൂ, 2023 മെയ് മാസത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട ചർച്ച നടന്നു എന്ന് പറയുന്നത്. പിന്നീടാണല്ലോ ഈ വരുന്ന വീണ വിജയനുമായി ബന്ധപ്പെട്ട സംഭവവികാസങ്ങൾ ഉണ്ടാകുന്നത്, സ്വർണ്ണക്കടത്തുമായി സംഭവവികാസങ്ങൾ ഉണ്ടാകുന്നത്. ഈ പൂരം നടക്കുന്നത് ഇപ്പോൾ തൃശ്ശൂർ പൂരത്തിന് മുടക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് ഒരു പറയുന്നു. നമുക്ക് 2023 മെയ് മാസത്തിൽ നടന്ന ചർച്ചയിൽ വീണ്ടും 2024 പൂരം നടക്കുന്നത്. അപ്പോൾ നോക്കൂ, ഇങ്ങനെ നിങ്ങളൊരു RSS എന്ന് പറയുന്ന ഒരു ഫോബിയ വളർത്താനുള്ള ശ്രമം നടക്കുന്നുണ്ട്. ഇപ്പം നോക്കൂ, ഇന്ന് അൻവറിന്റെ പത്രസമ്മേളനത്തിൽ നിങ്ങൾ നോക്കൂ, ആദ്യത്തെ അൻവറിന്റെ പത്രസമ്മേളനം, ആ പത്രസമ്മേളനത്തിൽ RSS എന്ന് പറയുന്ന ഒരു വാക്ക് പോലും ഒരു സ്ഥലത്തും അൻവർ പറയുന്നില്ല. പക്ഷേ ഇന്നത്തെ അൻവറിന്റെ പത്രസമ്മേളനത്തിൽ കൃത്യമായിട്ട് RSS എന്ന് പറയുന്നു, ആ പോലീസിനകത്ത് RSS പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ അതിനർത്ഥം എന്താണ്? സ്വാഭാവികമായിട്ട് ഇവിടെ ഒരു RSS ഫോബിയ വളർത്താനുള്ള ആസൂത്രിതമായ ശ്രമമുണ്ട്. അതൊരു രാഷ്ട്രീയമാണ്. കാരണം നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ ഈ പ്രത്യേകിച്ച് ഗിട്ടി ജില്ലയിൽ അതുപോലെ തന്നെ നമ്മളെ PV അൻവർ, കാരാട്ട് റസാഖ് അടക്കമുള്ള മാപ്പിള സഖാക്കൾ ഇന്ന് CPMന്റെ അകത്ത്, ഇടതുപക്ഷത്തിനകത്ത് അസംതൃപ്തിയുണ്ട്. ആ അസംതൃപ്തിക്ക് പിന്നെ പല കാരണങ്ങളുണ്ട്. നോക്കൂ, ഇവിടത്തെ കള്ളക്കടത്ത് സംഘത്തിന്റെ ഇടനിലക്കാരായി വർത്തിക്കുന്നവരാണ് PV അൻവറും ജലീലും കാരാട്ട് റസാഖും അടക്കമുള്ള ആൾക്കാർ. നമുക്കറിയാലോ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഇവിടുത്തെ നമ്മുടെ MLA ആയിരുന്ന PV അൻവറിനെ കാണാത്തൊരു സാഹചര്യം ഉണ്ടായി. അദ്ദേഹം പറയുന്നു ആഫ്രിക്കയിൽ ഒരു ഗനി പാട്ടത്തിനെടുക്കാനാണ് അദ്ദേഹം പോയത്. പിന്നീട് നിങ്ങൾ മനസ്സിലാക്കണം, അതിന്റെ പണി ആരംഭിച്ച് 2 വർഷം കഴിഞ്ഞു. ഇപ്പോഴാണ് ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേസുകൾ നടക്കുന്നത്. ഇപ്പൊ ഇവർ പറയുന്ന പ്രധാനപ്പെട്ട ആരോപണമുള്ള ശശിധരനെതിരെയും സുജിത് ദാസിനെതിരെ ആരോപണങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. ഇവർ കൃത്യമായിട്ട് ക്രമസമാധാന പാലം മലപ്പുറം ജില്ലയിൽ നോക്കിയിരുന്ന ആളുകളാണ്. പ്രത്യേകിച്ച് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള കേസുകൾ കൃത്യമായി നടപടികൾ എടുത്തിട്ടുണ്ട്. അവിടെയാണ് സ്വർണ്ണ പൊട്ടിക്കൽ സംഘത്തിനെതിരെയാണ് ആര് വരുന്നത്? ഈ PV അൻവർ ആരോപണം ഉന്നയിക്കുന്നത് സ്വർണ്ണക്കടത്ത് സംഘത്തിന്റെ ആളായി വന്നുകൊണ്ട് സ്വർണ്ണ പൊട്ടിക്കൽ സംഘമാണ് പ്രശ്നം. അപ്പൊ ഇതിനകത്ത് കൃത്യമായിട്ടുള്ള ഒരു ബിസിനസ് താല്പര്യമുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പൊ അൻവർ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതിനകത്ത് ഒരു വംശവെറിയുടെ അല്ലെങ്കിൽ ഒരു വിദ്വേഷത്തിന്റെ, അതോടൊപ്പം തന്നെ സേനയുടെ ആത്മാഭിമാനം തകർക്കുന്ന രീതിയിൽ സേനയിൽ മുഴുവൻ RSSകാരാണ് എന്ന് പറയുന്ന രീതിയിലേക്കുള്ള ഒരു തന്ത്രം കൂടി ഇവിടെ. ശരി, അതിനിപ്പോൾ ഇന്ന് അദ്ദേഹം ചില ഉദാഹരണങ്ങൾ കൂടി പറഞ്ഞിട്ടുണ്ട് ശ്രീ പ്രിന്റു. അതായത് സന്ദീപാനന്ദഗിരി സ്വാമിയുടെ ആശ്രമം കത്തിച്ചത്, ആ കേസ് ഏത് തരത്തിലേക്ക് പോലീസ് അട്ടിമറിച്ചു എന്നൊക്കെയുള്ള ചില കാര്യങ്ങൾ
അദ്ദേഹം പറയുന്നു. നമുക്കൊപ്പം സ്വാമി കൂടി തത്സമയം തിരികെ ന്യൂസ് ഈവനിംഗിലേക്ക്. ഇന്നിപ്പോൾ PV അൻവർ ഉന്നയിച്ച ഗുരുതരമായ ആരോപണങ്ങളിൽ സന്ദീപാനന്ദഗിരി സ്വാമിയുടെ ആശ്രമം കത്തിച്ച കേസ് അട്ടിമറിച്ചത് പോലീസാണ് എന്നൊരു ആരോപണമുണ്ട്. RSS നേതാക്കൾക്ക് പങ്കുള്ള കേസിൽ അത് അന്വേഷിക്കാൻ പോലീസ് തയ്യാറായില്ല. പോലീസിലെ RSS സംഘമാണ് സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്നത് എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ആരോപണം. ആദ്യം അദ്ദേഹം പറഞ്ഞതൊന്ന് കേട്ടുവരാം. ഈ സന്ദീപാനന്ദഗിരിയുടെ കേസുമായി ബന്ധപ്പെട്ട് എത്രത്തോളം ഈ പാർട്ടിയും ഗവൺമെന്റും പ്രതിസന്ധിയിലായിട്ടുണ്ട് എന്ന് നമുക്കറിയാം. സന്ദീപാനന്ദഗിരിയാണ് ഇത് കത്തിച്ചത്. അദ്ദേഹം പേരെടുക്കാനും പ്രശസ്തി ഉണ്ടാക്കാനും കേരളം അത് ചർച്ച ചെയ്യാനും വേണ്ടിയിട്ട് ചെയ്തതാണ് എന്ന ഭാഷ്യത്തിലായിരുന്നു പോലീസിന്റെ ഒന്നാം ഘട്ടം. അപ്പോൾ ഈ പോലീസിലെ ഒരു RSS സംഘം എത്രത്തോളം ഈ ഗവൺമെന്റിനെ പ്രതിസന്ധിയിലാക്കാൻ ശ്രമിക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് ഈ പോലീസ് റിപ്പോർട്ട്. ഈ കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥരിൽ ഒരു DYSP ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് ഈ കേസിലെ ഒന്നാം ഘട്ടത്തിൽ ഈ കേസിനെ തിരിച്ചുവിടുന്നതിന് നേതൃത്വം നൽകിയത്. BJPയുടെ ബൂത്ത് ഏജന്റാണ് ഈ പറയുന്ന വ്യക്തി. സ്വാമി സന്ദീപാനന്ദഗിരി തത്സമയം ന്യൂസ് ഈവനിംഗിൽ. സ്വാമി സന്ദീപാനന്ദഗിരി, ഇതിപ്പോൾ PV അൻവർ അല്പസമയം മുൻപ് പറഞ്ഞ കാര്യമാണ് നമ്മൾ കേൾപ്പിച്ചത്. ഇതിൽ 2018 ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്നത്. താങ്കളുടെ ആശ്രമം കത്തിക്കുന്നു, വാഹനങ്ങൾ കത്തി നശിക്കുന്നു. അതിനുശേഷം പലതരത്തിലുള്ള ആരോപണങ്ങൾ നമ്മൾ കേട്ടു. നമുക്കൊക്കെ ഓർമ്മയുള്ളതാണ്. താങ്കളാണ് അതിന് പിന്നിൽ എന്ന് വരെ പറയുന്നത് നമ്മൾ കേട്ടതാണ്. പിന്നീട് ഇത് മുഖ്യമന്ത്രി ആ സ്ഥലം അന്ന് തന്നെ സന്ദർശിച്ചു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. പിന്നീട് ഇതൊരു അന്വേഷണത്തിലേക്ക് പോകുന്നു. ആദ്യം ലോക്കൽ പോലീസ്, പിന്നീട് ക്രൈംബ്രാഞ്ച്. ഇതെല്ലാം കഴിഞ്ഞ് ഈ കേസ് ഏതാണ്ട് 4 വർഷം കഴിഞ്ഞപ്പോഴേക്കും കേസ് അവസാനിപ്പിക്കാൻ ഉള്ള ശ്രമത്തിലേക്ക് ക്രൈംബ്രാഞ്ച് കടന്നു പോകുന്നു. അപ്പോൾ ഇതിൽ തുടക്കം മുതൽ തന്നെ താങ്കൾക്ക് ഇതിൽ സംശയങ്ങൾ ഉണ്ടായിരുന്നോ? അനുജ പറഞ്ഞതുപോലെ ഈ സംഭവം നടന്ന് അതിൻ്റെ രാത്രി അർദ്ധരാത്രിയാണ് ഇത് സംഭവിച്ചത്, 2:30-3 മണി സമയത്ത്. അപ്പോൾ അന്ന് രാവിലെ മുതൽ അന്നത്തെ ബൈറ്റുകൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. RSS ആളുകളുടെ അവർ പറഞ്ഞത് നമ്മളാണിത്, സന്ദീപാനന്ദഗിരി സ്വാമി തന്നെ കത്തിച്ചതാണ് എന്നൊക്കെയുള്ള രീതിയിലാണ് അവരുടെ പ്രചരണം. ആ പ്രചരണത്തിന് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് നല്ല എല്ലാ സഹായവും ഉണ്ടായിട്ടുണ്ട്, ഒത്താശകൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ നമ്മൾ അവരോട് ആവശ്യപ്പെട്ടിട്ടുള്ള, അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് ഇത്തരം ഒരു കാര്യം നടക്കുമ്പോൾ അതിന് മുന്നോടിയായിട്ട് നടന്നിട്ടുള്ള ഒരാഴ്ച മുമ്പ് തന്നെ വലിയൊരു മാർച്ച് ഇവിടേക്ക് നടത്തിയിരുന്നു, ആശ്രമത്തിലേക്ക് നടത്തിയിരുന്നു. ആ സമയത്ത് നമ്മളിവിടെ ഇല്ല. പോലീസ് ആ മാർച്ചിനെ തടയുമായിരുന്നു ആശ്രമത്തിന് തൊട്ടടുത്ത് വെച്ച്. അപ്പോൾ നമുക്ക് ഈ ഇതിലൊക്കെ ഈ ആശ്രമത്തിൽ അപ്പോൾ ഇവിടെ റോഡ് പണി നടക്കുന്നുണ്ട്. ആ ടാർ വീപ്പകളിലൊക്കെ ഈ എഴുതിയിട്ടുള്ള കയ്യെഴുത്തിൽ വലിയ പോസ്റ്ററുകൾ ഒട്ടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഇതിൽ പേപ്പറിൽ. അപ്പോൾ ഈ ഷിബു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് എഴുതിയിട്ടുള്ളത്. ഇവിടെ ഈ സംഭവം നടക്കുമ്പോൾ ഇവിടെ ഒരു റീത്ത് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു, റീത്ത് വെച്ചിട്ടുണ്ടായി. ആ റീത്തിൽ PK ഷിബുവിന് ആദരാഞ്ജലി, ഇതൊരു സൂചന മാത്രം എന്നാണ്. അപ്പോൾ അന്ന് നമ്മൾ പറഞ്ഞു ഈ കയ്യക്ഷരവും അത് ആ ടാർവിപ്പയിൽ കാണുന്ന കയ്യക്ഷരവും ഒക്കെ ഒന്ന് തന്നെയാണ്, ഇത് അന്വേഷിച്ച് കഴിഞ്ഞാൽ ഇപ്പം തന്നെ കണ്ടെത്താവുന്നതേ ഉള്ളൂ എന്ന മട്ടിൽ. അപ്പോൾ പിന്നീട് ഇവിടെ അറിയാൻ കഴിഞ്ഞത് അപ്പം തന്നെ ഏകദേശം കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളോട് ഒരാൾ ഇവിടുന്ന് അടുത്ത ഒരു സമീപവാസി പറഞ്ഞു, പോലീസ് തന്നെ ചിലർ പറഞ്ഞിട്ട് വേഗം ആളുകൾ വന്നിട്ട് ഇവരുടെ പ്രവർത്തകർ ആ ടാർവീപ്പയിലൊക്കെ ഒട്ടിച്ചു വെച്ചതെല്ലാം മാറ്റിയിട്ടുണ്ട്, എല്ലാം ആ തെളിവുകൾ അവർ ഇതാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ശേഷിക്കുന്ന തെളിവാണ് ഈ റീത്ത്. ഈ റീത്ത് ഇപ്പോൾ കാണാനില്ല അനുജ. ഈ റീത്ത് ഇപ്പോൾ എവിടെയാണെന്ന് ആർക്കും അറിയില്ല. കോടതിയിൽ കൊടുത്ത് കോടതി തിരിച്ച് പോലീസിൽ കൊടുത്തിട്ടുള്ള, പോലീസിന് അത് എഴുതി മേടിച്ച ആളും ഒപ്പിട്ട ആളും ഒക്കെ ഉണ്ട്, പക്ഷേ സാധനം ഇപ്പോൾ കാണാനില്ല. അപ്പോൾ അതുമാത്രമല്ല, അങ്ങനെ തുടങ്ങിയിട്ട് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഉത്തരവാദിത്വമില്ലായ്മ, അത് ഇത്തരം നുണപ്രചരണത്തിന് ഈ റൂമർ സർവീസ് സൊസൈറ്റിയുടെ ഭാഗമായി പ്രവർത്തിച്ചിട്ടുള്ള കുറേ റൂമർ ഉണ്ടാക്കിയിട്ടുള്ള പോലീസുകാരുണ്ട്. അതൊരു അൻവർ പറഞ്ഞത് 100% ശരിയാണ്. ക്രൈംബ്രാഞ്ച് റൂമർ സർവീസ് സൊസൈറ്റി എന്ന് താങ്കൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? പോയി കണ്ട് റൂമർ സർവീസ് നടത്തുന്നവർ തന്നെ വ്യാജ പ്രചരണങ്ങൾ, നുണപ്രചരണങ്ങൾ നടത്തുന്നത് ആരാണോ അവരതാണല്ലോ. റൂമർ സർവീസ് സൊസൈറ്റിയാണ്, അവർക്കൊരു സർവീസാണത്.
അതിപ്പോ ഗാന്ധിയെ കൊന്നു കഴിഞ്ഞപ്പോൾ ആദ്യം കേട്ട റൂമർ അതെ, എന്തായിരുന്നു? എന്റെ സ്വതന്ത്ര ചോദ്യം വളരെ ഭാരതത്തിലെ ഡയറക്റ്റ് ആണ് ആദ്യത്തെ സന്ദീപ് റൂമർ ആനന്ദഗിരി ഗാന്ധിയെ സ്വാമി. കൊന്നത് അതായത് മുസൽമാനാണെന്നാണ്. ഇതിലെ RSS ബന്ധത്തെ കുറിച്ചാണല്ലോ അൻവർ അല്ല, പറഞ്ഞത്. നമ്മുടെ ചോദ്യം താങ്കൾ അത് direct തന്നെയാണോ ഉദ്ദേശിക്കുന്നതെന്നാണ് ഞാൻ ചോദിച്ചത്. ഉം. അല്ല അനുജ, നമ്മുടെ കുറേ മാസങ്ങൾക്ക് മുമ്പ് ഈ നമ്മുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ബൂത്ത് ഏജൻ്റായിട്ട് ഒരാൾ BJPയുടെ ഷാളുമിട്ട് ബൂത്ത് ഏജൻ്റായിട്ട് ഇരിക്കുന്ന ആള് ആദ്യ ടീമിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്നു. DYSP അനുജ ആയിരുന്നു. തന്നെ ഇവിടെ നേരത്തെ ഒരു പേര് സൂചിപ്പിച്ചിരുന്നല്ലോ, സെൻകുമാറിൻ്റെ പേര്. അതെ, നമ്മുടെ അന്വേഷണത്തിലെ അതിലെ ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ അദ്ദേഹമാണ് അന്വേഷിച്ചതേ ആദ്യകാലത്ത്. പിന്നീടുള്ള അവസാനം വന്ന ക്രൈംബ്രാഞ്ച് ടീമാണ് ഇത് മുഴുവൻ കണ്ടെത്തിയത്. അവർ വള്ളി പുള്ളി കുത്തുകോമ വിസർഗത്തിന് മാറ്റം വരാതെ എല്ലാം കണ്ടെത്തിയിട്ടുണ്ട്. എല്ലാം ഇതിന് ഇവിടെ കൊണ്ടുവന്ന ബൈക്ക്, ഏത് ബൈക്കിലാണ് പെട്രോൾ കൊണ്ടുവന്നത്, ആ ബൈക്ക് കത്തിച്ചു. ഒരു പൾസർ ബൈക്ക് കത്തിച്ചു. എത്ര ഫോൺ കോളുകൾ, എല്ലാ സകല സംഗതി. അങ്ങനെയല്ലേ ഗിരികുമാറിനെ, അന്നത്തെ BJP കൗൺസിലറാണ് ഗിരികുമാർ, ആ ഗിരികുമാറിനെ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്തത്. അപ്പോൾ ഇതൊക്കെ അനുജ അറിയുന്നതല്ലേ. ക്രൈംബ്രാഞ്ച് 2 കാര്യങ്ങളാണ് കണ്ടെത്തിയത്. ഒന്ന്, ഇതിലെ യഥാർത്ഥ പ്രതികളെ കണ്ടെത്തി. 2, ഇതിൽ ഈ അന്വേഷണം വൈകിയതും തിരിച്ചുവിട്ടതും അതിൽ ഇങ്ങനെ ഗുരുതരമായ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവാൻ പാടില്ലാത്ത വീഴ്ച വരുത്തിയിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ക്രൈംബ്രാഞ്ച് ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ആ റിപ്പോർട്ടിന്മേലുള്ള നടപടികളും മറ്റു കാര്യങ്ങളും ഒക്കെ അതൊന്നും നമ്മളെ സംബന്ധിക്കുന്ന വിഷയങ്ങളല്ലാത്തത് കൊണ്ട് നമുക്കത് അറിയില്ല ആരാണ് എന്താണ് എന്നുള്ളത്. പക്ഷെ അതിലെന്തെങ്കിലും നടപടി ഉണ്ടായതായി താങ്കൾക്ക് അറിയാമോ സ്വാമി? കാരണം ഈ ഇത്ര വലിയൊരു കേസ് അത് താങ്കൾക്ക് നേരെ തന്നെ തിരിഞ്ഞ് കൊത്തുന്ന തരത്തിലേക്ക് ഒരു ഘട്ടത്തിൽ പോയിരുന്നു. താങ്കൾ അതിപ്പോൾ പലകുറി ആവർത്തിക്കുകയും ചെയ്തതാണ്. അപ്പോൾ അങ്ങനെ ഒരു തരത്തിലേക്ക് ഈ അന്വേഷണം പോകുമ്പോൾ താങ്കൾക്കും അത് എന്തുകൊണ്ട് അട്ടിമറിക്കാൻ ഒരു ശ്രമം നടന്നു, ആരാണ് അതിന് പിന്നിൽ എന്നൊക്കെയുള്ളതിൻ്റെ റിപ്പോർട്ട് കൃത്യമായി ക്രൈംബ്രാഞ്ച് നൽകിയിട്ടുണ്ടെങ്കിൽ അതിൽ നടപടി വേണം, അതാരാണെന്ന് അറിയണമെന്നത് താങ്കൾക്കും അങ്ങനെ ഒരു ഔത്സുക്യമില്ലേ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ടല്ലോ. അതിപ്പോൾ അധികമായിട്ടില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ലല്ലോ. അതിൻ്റെ കാലതാമസം, മറ്റു കാര്യങ്ങൾ, അതൊക്കെ അതിൻ്റെ ഉള്ളിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ ഉണ്ടാവുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ നമുക്കൊരു കേസ് തന്നെ, ഇപ്പോൾ തന്നെ ഈ കേസ് തന്നെ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. ഈ കേസ് ഇതുവരെ വിളിച്ചിട്ടില്ല. ഏത് കാലത്ത് ഈ കേസ് കഴിയുന്നൊന്നും നമുക്കറിയില്ല. അതിൻ്റെ ഒരു നടപടിക്രമങ്ങളുണ്ട്. ആ നടപടിക്രമങ്ങളെക്കുറിച്ച് വലിയ ധാരണയുള്ള ഒരാളല്ല നമ്മൾ. പക്ഷേ ആരാണോ ഇതിന് ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് അവർക്ക് മാതൃകാപരമായിട്ടുള്ള ശിക്ഷ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഇതിലിപ്പോൾ താങ്കൾ ഒരു ഘട്ടത്തിൽ വിവരാവകാശ നിയമപ്രകാരമൊക്കെയുള്ള ചില നടപടിക്രമങ്ങളിലേക്ക് കടന്നിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് അങ്ങനെ ഒരു ഘട്ടത്തിലേക്ക് പോകാനുണ്ടായ സാഹചര്യം എന്താണ്? താങ്കൾക്ക് അതിൽ കൃത്യമായ വിവരങ്ങളൊക്കെ അന്ന് ലഭിക്കുകയുണ്ടായോ? തീർച്ചയായിട്ടും ഈ ക്രൈംബ്രാഞ്ച് ഇത് അന്വേഷിച്ച് അതിൻ്റെ എന്താ പറയുക, ആ ഘട്ടത്തിൽ എത്തുന്ന ആ സമയത്ത് തന്നെയാണ് നമ്മൾ വിവരാവകാശ നിയമപ്രകാരം ഇത് ചോദിച്ചത്. അപ്പോൾ അതിന് എല്ലാ വിവരങ്ങളും ഇന്നെന്ന കാര്യങ്ങളൊക്കെ അടങ്ങുന്ന ഒരു വിസ്തരിച്ച അതിൻ്റെ ഇത് തന്നിരുന്നു. അത് നമ്മൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് മലയാളത്തിൽ ഇപ്പോഴും അത് ലഭ്യമാണ്. അതിൽ മുഴുവൻ കാര്യങ്ങളും, ഈ ബൈക്ക് കത്തിച്ചതും അതിൽ ഒരാളെ എന്താ പറയുക ദുരൂഹ സാഹചര്യത്തിൽ അയാൾ കൊല്ലപ്പെട്ടിട്ടുള്ളത്, ആ കൊല്ലപ്പെട്ട ആളുടെ വെളിപ്പെടുത്തൽ, അതിൻ്റെ കേസ് ഇദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ തന്നെ ഇവിടെ ആ കേസ് ഇങ്ങനെയാണ്, അത് പുനരന്വേഷണം നടത്തണമെന്ന് പറഞ്ഞിട്ട് അത് നടക്കാതെ വന്നത്, തുടർന്ന് വീണ്ടും അതിൻ്റെ മുകളിൽ. അപ്പോൾ ആ ഒരു ലിങ്കിലൂടെയാണ് ശരിക്കും ക്രൈംബ്രാഞ്ച് ഇതിൽ കണ്ടെത്തുന്നത്. ഇതിന് ഒരുപാട് കാര്യങ്ങൾ എന്താ പറയുക, ഇതിൻ്റെ ഉള്ളിൽ നടന്നിട്ടുള്ള ഈ പറഞ്ഞ സംഘപരിവാറിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിട്ടുള്ള ചില പടലപ്പിണക്കങ്ങളും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അത് ഈ കുണ്ടവൻ ഭാഗം പ്രദേശത്തുള്ളവർക്ക് അറിയാം അതൊക്കെ. പക്ഷെ അതൊക്കെ എങ്ങനെയാണ് ഈ പോലീസ് സേനയിലേക്ക് ഇത്തരം വിഭാഗങ്ങൾ കടന്നു കയറുക എന്ന് പറയുന്ന അങ്ങേയറ്റം ഗൗരവതരമല്ലേ സ്വാമി? കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒന്നാണോ ഒരു സർക്കാർ സംവിധാനത്തിൽ ഈ തരത്തിലേക്കുള്ള എലിമെന്റ്സുകൾ കടന്നു കയറുന്നു, അത് അവരുടെ ഒരു ഫലത്തിന്റെ ഭാഗമായി, ശ്രമത്തിന്റെ ഭാഗമായി
ഒരു കേസ് തന്നെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു. മറ്റൊന്ന്, ഇന്നിപ്പോൾ PV അൻവർ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇത് കമ്മ്യൂണിസ്റ്റ് നേതാക്കളിലേക്ക് വഴിതിരിച്ചു വിടാൻ ശ്രമിച്ചിട്ടുണ്ട് പോലീസ് എന്നുള്ളതാണ്. അതായത് RSS നേതാക്കളുടെ CDR പരിശോധിക്കാതെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ CDR പരിശോധിച്ചു എന്നാണ് പറയുന്നത്. അതിൽ പേരുകളൊക്കെ എടുത്ത് പറയുകയാണ്. കാരായി രാജൻ, IP ബിനോയ്, കാരായി രാജനൊക്കെ എവിടുന്ന് വന്നു എന്നൊക്കെയുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളില്ലേ? അപ്പോൾ ഇത് എന്താണ് ഇതിന് പിന്നിൽ, ഇതിന്റെ ലക്ഷ്യം എന്താണ് എന്നൊക്കെയുള്ളത് വളരെ ഗൗരവമുള്ള വിഷയങ്ങളല്ലേ സ്വാമി? അതെ, അവർ നമ്മളെ തന്നെ സംശയത്തിൽ നിർത്താൻ വേണ്ടിയിട്ട് നമ്മളുമായിട്ട് ചുറ്റിപ്പറ്റി നമ്മുടെ CDR, അങ്ങനെ നമ്മൾ വിളിക്കുന്ന ആളുകൾ, ഇവരെയൊക്കെ പോയിട്ട് അന്വേഷിച്ചിട്ടുണ്ട്. എവിടെയെങ്കിലും നമ്മളെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഇതിൻ്റെ ഭാഗമായിട്ട് നടത്തിയിട്ടുണ്ട്. ഒന്നും കിട്ടാത്തത് കൊണ്ടാണ്, ഒന്നും കിട്ടിയിട്ടില്ല, ഒന്നും കിട്ടാത്തത് കൊണ്ടാണ്. കാരണം ഇതിൽ ചിലർക്ക് അത്തരം ഇവിടെ നമ്മൾ വാടകയ്ക്ക് കൊടുത്തിട്ടുള്ള ഒരു ഇവിടെ തൊട്ടടുത്ത നമ്മുടെ ഗസ്റ്റ് ഹൗസ്, അവരുടെ വാടക ഷീറ്റ് അവർ എങ്ങനെയാണ് കാശ് അടച്ചത്, ബാങ്ക് വഴിയാണെങ്കിൽ ആ ബാങ്കിൻ്റെ ഡീറ്റെയിൽ അവസാനം അവർ നമ്മളോട് പറഞ്ഞിരുന്നു. ഇവരൊരു വല്ലാത്ത ഒരു വൃത്തികെട്ട ഉദ്യോഗസ്ഥന്മാരാണല്ലോ, ഇവരെന്താണ് അന്വേഷിക്കുന്നത് എന്ന് അവർക്ക് തന്നെ ഒരു സാധാരണ വീട്ടമ്മയ്ക്കുണ്ടായ സംശയമാണ്. ഇവരെന്താ അന്വേഷിക്കുന്നത്? ഈ കേസാണോ അതോ അവർ വേറെ എന്തെങ്കിലും ആണോ? എന്താ ഇവരുടെ ഉദ്ദേശം? അതുപോലെ ഇവിടെ ഈ CCTV ക്യാമറ വർക്ക് ചെയ്യില്ലായിരുന്നു. അത് 6 മാസം മുമ്പ് തന്നെ അത് 6 മാസം മുമ്പ് അത് കംപ്ലൈൻ്റ് ആയിട്ടുള്ളതാണ്. 6 മാസം മുമ്പ് കംപ്ലൈൻ്റ് ഉണ്ട്. 6 മാസം ആയപ്പോഴാണ് അതിൻ്റെ ഈ DVR നന്നാക്കാൻ വേണ്ടി, ശരിയാക്കാൻ പറ്റുമോ എന്ന് വേണ്ടിയിട്ട് ഒരു പയ്യൻ ഇവിടുന്ന് കൊണ്ടുപോയത്. അപ്പോൾ ഇവൻ പിന്നെ നമുക്ക് അതിൻ്റെ ഒരു ഇതൊക്കെ തന്നു, ഇനി അത് പഴയ സിസ്റ്റമാണ്, അത് പറ്റില്ല സ്വാമി, അത് പുതിയ തന്നെ വെക്കണം എന്നൊക്കെ പറഞ്ഞ് ഒരു പുതിയ കോട്ടൊക്കെ തന്നിരുന്നു. അപ്പോൾ ഇവനെ ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവനെ ചോദ്യം ചെയ്ത് ഒരാവർത്തിയൊന്നുമല്ല, പല ആവർത്തി. അവനൊരു സത്യസന്ധനായതുകൊണ്ട് അവൻ ഉള്ള സത്യമേ അവൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇതെല്ലാം നുണപ്രചരണത്തിന് ഇവർ സംഘപരിവാർ ഇതാക്കിയതാണ്. CCTV നശിപ്പിച്ചു, വാച്ച്മാനെ നേരത്തെ കാലത്ത് പറഞ്ഞു വിട്ടു എന്നൊക്കെ പറഞ്ഞൊരു നറേഷൻ ഇവർ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് വളരെ നന്നായിട്ട് തന്നെ ഈ ആളുകൾ പലരും അത് വിശ്വസിച്ചിട്ടുണ്ട്. ഒരുപാട് പേര് അത് വിശ്വസിച്ചു. അത് വിശ്വസിച്ചതിൻ്റെ ഭാഗമായി ഞാനേ ഈ സന്ദീപാനന്ദഗിരിയുടെ ഒറ്റ ചോദ്യം. അദ്ദേഹം പറഞ്ഞല്ലോ, അദ്ദേഹത്തിൻ്റെ 2 ആഴ്ച മുമ്പ് അവിടെ വന്നിട്ട് പല ആളുകൾ ടാറ് കൊണ്ട് എഴുതുന്നു, അവിടെ അദ്ദേഹത്തിന് റീത്ത് വെക്കുന്നു. ഇങ്ങനെയുള്ളൊരു സാഹചര്യം ഉണ്ട സമയത്ത് അദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുത്തിരുന്നു. എൻ്റെ ചോദ്യം ഇതാണ്. രണ്ടാമത്തെ ഒരു കാര്യം, അദ്ദേഹത്തിൻ്റെ സെക്യൂരിറ്റി, ആ ആശ്രമത്തിൽ സെക്യൂരിറ്റി ഉണ്ടായിരുന്നല്ലോ, ഈ സെക്യൂരിറ്റി എവിടെ പോയി? ഇത്തരത്തിൽ ഇങ്ങനെ ഒരു പ്രക്ഷുബ്ധമായ അവസ്ഥയിൽ നിൽക്കുന്ന ഒരു ആശ്രമമാണെങ്കിൽ അവിടെ അദ്ദേഹത്തിന് CCTV വെക്കേണ്ടതല്ലേ? അപ്പൊ ദുരൂഹതയുടെ അടയാളങ്ങൾ മുഴുവൻ സ്വാമിയിലേക്കാണ് പോയിരുന്നത്. അതിന്റെ അവസാന ഘട്ടത്തിൽ അന്വേഷണം നടക്കുന്ന സമയത്തും അങ്ങനെ തന്നെയാണ്. അല്ലാതെ RSSകാർ അദ്ദേഹത്തിന്റെ കോഴിക്കോട് കത്തിക്കേണ്ട ഒരു സാഹചര്യമൊന്നും RSSകാർക്കില്ല. പിന്നെ അദ്ദേഹം അങ്ങനെ കൃത്യമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പറയട്ടെ, ഏത് RSSന്റെ ആളുകളാണ് ഈ കൃത്യത്തിൽ പങ്കാളികളായിട്ടുള്ളത്. ഇത്രയും പോലീസ് അന്വേഷിച്ചല്ലോ. ഇത് അദ്ദേഹം കൊടുത്ത ലിസ്റ്റിൽപ്പെട്ട ചില ആളുകളുടെ പേരിൽ കേസെടുത്തിട്ടുണ്ട്. അല്ലാതെ ശാസ്ത്രീയമായിട്ട് ഏതെങ്കിലും RSSകാർ, കാരണം അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം RSSകാർ മാത്രമല്ല ശത്രു, ആ നാട്ടിലെ മുഴുവൻ സഹോദരനും സുഹൃത്തുക്കളുമാണ് ഈ പ്രവൃത്തിക്ക് പിന്നിലെന്ന് അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിട്ടില്ലേ? അതിനുശേഷം അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്ന വിവരമൊക്കെ പുറത്തു വന്നു. പിന്നീട് ഒരു RSS പ്രവർത്തകൻ കൃഷ്ണകുമാർ അറസ്റ്റിലായി, കൂടാതെ ശബരി എന്നൊരാളെ അറസ്റ്റ് ചെയ്തു. ഇവർക്കൊക്കെ പിന്നീട് ഉപാധികളോടെ ജാമ്യം ലഭിക്കുകയും ചെയ്തു. അപ്പോൾ മറ്റ് ചോദ്യത്തിനുള്ള മറുപടി സ്വാമി വളരെ ചുരുക്കി. ഇപ്പൊ അദ്ദേഹം ചില ചോദ്യങ്ങൾ ഉന്നയിച്ചല്ലോ, അതിൽ CCTVയുടെ കാര്യം താങ്കൾ പറഞ്ഞു കഴിഞ്ഞു. അത് ഇടിവെട്ടി പോയതാണ്, പുതിയതിന് കോട്ട് തന്നിരുന്നു, ആ സമയത്താണ് ഈ ആക്രമണം ഉണ്ടായത്. അതെ, അല്ല അനുജ, ഈ ടിൻഡുമോനോടൊന്നും നമുക്ക് സംസാരിക്കേണ്ട ഒരാവശ്യമില്ല. ഈ ടിൻഡുമോനൊന്നും നമ്മൾ മറുപടി കൊടുക്കേണ്ട ഒരാവശ്യമില്ല. അദ്ദേഹത്തിന് ഇത് കോഴിക്കോടായിട്ടാണ് തോന്നുന്നതെങ്കിൽ അത് അദ്ദേഹത്തിന്റെ കാര്യാലയത്തിൽ പോയിട്ട് പറയണം. ഇല്ല, ഒരു കാരണവശാലും അത് അനുവദിക്കില്ല. ഞാനൊരു ഇടവേളയിലേക്ക് പോകുന്നു, വേഗം മടങ്ങിയത്. ന്യൂസ് ഈവനിംഗിലേക്ക് തിരികെ. സ്വാമി സന്ദീപാനന്ദഗിരി, ഇപ്പോൾ എൻ്റെ ഒരു ചോദ്യം ഇതാണ്. ഇന്ന് PV അൻവർ പറഞ്ഞിട്ടുള്ളത്, ഈ തരത്തിൽ ഈ കേസ് അട്ടിമറിച്ചതിന് പിന്നിൽ, ഈ കേസ് വഴിതിരിച്ചു വിട്ടതിന് പിന്നിൽ ADGP MR അജിത് കുമാറും P ശശിയും അടങ്ങുന്ന സംഘമാണ് എന്ന് പറയുന്നു. താങ്കൾ അത് വിശ്വസിക്കുന്നുണ്ടോ? അല്ല അനുജ, ഈ കേസിൽ നമ്മൾ പറഞ്ഞല്ലോ 2 കാര്യങ്ങളാണ് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിട്ടുള്ളത്. ഒന്ന്, ഇതിലെ യഥാർത്ഥ കുറ്റവാളികളെ. 2,
ഇതിൽ ഗുരുതരമായ വീഴ്ചകൾ വരുത്തിയിട്ടുള്ള, വളരെ ഗുരുതരമായ വീഴ്ചകൾ, ഈ കേസിൻ്റെ നാൾ വഴികൾ പരിശോധിച്ച് അവർ ഓരോ കാര്യങ്ങളും അക്കമിട്ട് പറയുന്നുണ്ട്. അക്കമിട്ട് എന്തുകൊണ്ട് ഇന്നത് നോക്കിയില്ല. കുറേ CCTV ഫുട്ടേജസ് ഉണ്ട്, ഇഷ്ടംമാതിരി CCTV ഫുട്ടേജസ്. അതിൽ നിന്നാണ് ഈ ബൈക്കിനെയൊക്കെ കണ്ടെത്തിയത്. ആ ബൈക്കാണ് ഒരു പൾസർ ബൈക്ക് പൊളിച്ചു വിറ്റത്, പുതിയ ബൈക്കാണ്, ഈ കൃത്യത്തിൽ പങ്കെടുത്ത ബൈക്കാണ് എന്ന് തുടങ്ങി സകല സംഗതികളും കണ്ടെത്തിയ പോലീസ്, ക്രൈംബ്രാഞ്ച്. മറ്റൊന്ന് കണ്ടെത്തിയത് ഈ പറഞ്ഞ പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള വീഴ്ചകൾ. സംശയാസ്പദമായ രീതിയിൽ ഒരു പോലീസ് വാഹനത്തിൻ്റെ ഒരു 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 ഇതും CCTV ഫുട്ടേജസിലുണ്ട്. ഇത് നടക്കുന്ന ഏതാനും മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ. അതൊക്കെ ഇനി അന്വേഷണത്തിൽ തെളിയേണ്ടതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ആരൊക്കെയാണോ അവരുടെയൊക്കെ പേരെടുത്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതിൽ നടപടി എന്നുള്ള പറയുന്ന അത്തരം കാര്യങ്ങളുണ്ടല്ലോ, അത് നമുക്കറിയില്ല. ആരാണ് ഇതിന്റെ ഹയർ ഓഫീസർ, ആരാണ് നടപടി എടുക്കേണ്ടത്. അല്ല, ഞാൻ ചോദിച്ചത് ഈ PV അൻവർ ഉന്നയിച്ച ആരോപണത്തോട് താങ്കൾ ചേർന്ന് നിൽക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അല്ല, അത് വാസ്തവമാണ്. കാരണം അതിപ്പോൾ സെൻകുമാറിൻ്റെ ഇതൊക്കെ നമ്മൾ ഈ പറഞ്ഞ ബൂത്ത് ഏജൻ്റായിട്ട് ഇരിക്കുന്ന ആൾ, അന്വേഷണ ഉദ്യോഗസ്ഥൻ ബൂത്ത് ഏജൻ്റായിട്ട് ഇരിക്കുമ്പോൾ നമ്മൾ എന്തിനാ അതിൽ അവിശ്വസിക്കണം? 100%. പിന്നെ ഈ നുണപ്രചരണം നടത്തുന്നതിൽ ഇവർ വലിയ കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുണ്ട്. ഒരു ഹയർ ഓഫീസർ തന്നെ ഒരു കല്യാണ വീട്ടിൽ വെച്ച് ഇത് പറയുമ്പോൾ സ്വാമി തന്നെയാണ് ഇത്, പാർട്ടിക്കാരൊക്കെ കൂടിയാണ് ഇത് ചെയ്തത് എന്ന വിധത്തിൽ സംസാരിച്ചപ്പോൾ അവർക്ക് അത്ഭുതം ഉണ്ടായി. അവർ നമ്മളെ വളരെ ബഹുമാനത്തോടു കൂടി കാണുന്ന ഒരാളാണ്. അപ്പൊ ഇങ്ങനത്തെ പണിയൊന്നും ചെയ്യില്ല എന്നറിയാം. അല്ല, അത് പറയാൻ പാടില്ലാത്തതാ. കാരണം അത് അവര് തമ്മിലുള്ള ഒരു ധാരണയുടെ മുകളിൽ പറയുന്നതാ. അപ്പൊ ഈ കേസ് അട്ടിമറിക്കാനുള്ള നീക്കത്തിന് പിന്നിൽ ഇന്നിപ്പോൾ PV അൻവർ പറഞ്ഞതുപോലെ ഈ രണ്ട് പേരാണ്. അതായത് ഒന്ന് ഉദ്യോഗസ്ഥൻ ADGP MR അജിത് കുമാർ, മറ്റൊന്ന് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി. ഇവരുടെ ഒരു സംഘം ആണ് ഇതിന് പിന്നിൽ എന്നുള്ളത് ഇപ്പോൾ താങ്കൾ വിശ്വസിക്കുകയാണ്. PV അൻവർ പറഞ്ഞ ആരോപണം താങ്കൾ മുഖവിലക്കെടുക്കുന്നു അല്ലേ? അല്ല, അതായത് ഈ കേസ്, ഈ പ്രതികളെ പിടിക്കുന്നത് ഈ പറഞ്ഞ പുതിയ അന്വേഷണ ടീമിന് എന്താ പറയുക, നിർദ്ദേശം കൊടുക്കുന്നതൊക്കെ മുഖ്യമന്ത്രിയുടെയും P ശശിയുടെയും നേതൃത്വത്തിലാണല്ലോ. അപ്പോൾ അവരുടെ ഇത് കണ്ടെത്തിയിട്ടുണ്ട്. ഈ പറഞ്ഞ ക്രൈംബ്രാഞ്ച് ഒരു കാര്യം ഒഴിയാതെ കണ്ടെത്തിയിട്ടുണ്ട്. ബാക്കിയുള്ള പോലീസിൻ്റെ മുകളിലേക്കുള്ള നടപടി എടുക്കാതിരിക്കുക, അത്തരം കാര്യങ്ങൾ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത് ആരാണ് ചെയ്തത് എന്നുള്ളത് കണ്ടെത്തുക എന്നുള്ളതാണ്. അത് കണ്ടെത്തി പൊതുസമൂഹത്തിൽ ഇവിടുത്തെ അന്നത്തെ BJP കൗൺസിലറായിരുന്ന ഗിരികുമാറിനെ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്ത് ഏകദേശം 1 മാസത്തോളം ജയിലിൽ കിടന്നിട്ടുണ്ട് അവരൊക്കെ. അത് പകൽ പോലെ ഡോക്യുമെൻ്റ് ചെയ്തിട്ടുള്ള സത്യങ്ങളാണ്. ബാക്കി നുണപ്രചരണങ്ങൾ ഇനി ഉണ്ടാവും. അതിനൊന്നും നമ്മൾ ഇപ്പോൾ അനുജയ്ക്ക് അറിയാലോ, ഗാന്ധി മരിച്ചതിനെ കുറിച്ചുള്ള പുതിയ സിലബസ് ഒക്കെ ഇറങ്ങിയിട്ടുള്ളത് നമ്മൾ കണ്ടതല്ലേ. ഗാന്ധി തൂങ്ങി മരിച്ചു എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതൊക്കെ ഉണ്ടാവും, അതൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് മറുപടി പറയാൻ നമ്മൾ ഇടത് സർക്കാർ ഭരിക്കുമ്പോൾ അവിടുത്തെ പോലീസിൽ നടന്ന ചില കാര്യങ്ങളാണ്. PV അൻവർ ചില തെളിവുകൾ ശേഖരിക്കുകയാണെന്നാണ് ഇന്നലെ നമ്മളോട് പറഞ്ഞത്. ഇന്നിപ്പോൾ ഈ തെളിവുകളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം എങ്ങോട്ടേക്കൊക്കെ CDR പരിശോധന പോയി എന്നൊക്കെ പറയുന്നുണ്ട്. അതിന് പിന്നിലുള്ള ലക്ഷ്യം എന്തായിരുന്നു എന്നൊക്കെ അദ്ദേഹം വ്യക്തമായി തന്നെ പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നടക്കുന്നത് ഇടത് സർക്കാരിന്റെ പോലീസ്, ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് മുഖ്യമന്ത്രിയാണ്. അപ്പോൾ ഇതൊക്കെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ തന്നെയാണ്. ഇനി കൂടുതൽ വിവരങ്ങൾ പുറത്തു വരും. ഒരുപക്ഷെ PV അൻവർ തന്നെ കൂടുതൽ വെളിപ്പെടുത്തലുകളുമായി വരും. ഇനി കാത്തിരിക്കുന്നത് എന്തിനാണ്? ശ്രീ റെജി ലൂക്കോസ്, ഒരു ചെറിയ മറുപടി, അതിനുശേഷം പ്രിന്റുവിലേക്ക് കൂടി വന്ന് ഞാൻ ചർച്ച അവസാനിപ്പിക്കാം. അനുജ, ഏത് സർക്കാർ ഭരിച്ചാലും ചില പുഴുക്കത്തുകൾ സേനകളുണ്ടാവും. അത് രാജ്യത്തെ എവിടെയല്ല, ഏത് ലോകത്തിലാണെങ്കിലും പോലീസ് സംവിധാനത്തിൽ ചില പുഴുക്കത്തുകളുണ്ടാവും. ബഹുമാനപ്പെട്ട സത്യവാനന്ദഗിരിയുടെ ആശ്രമം അദ്ദേഹമാണെന്ന് കത്തിച്ചത് എന്ന് അവർ റിപ്പോർട്ട് കൊടുക്കാൻ മഹാവാക്യം അദ്ദേഹത്തിന്റെ കേരളത്തിൽ വലിയൊരു ആശ്വാസമായിരുന്നു ഞാൻ കരുതുന്നത്. അദ്ദേഹത്തെ ഏതെല്ലാം രീതിയിൽ വ്യക്തിഗത നിർത്തിയവര് അദ്ദേഹത്തെ ഇപ്പൊ തന്നെ ഇവിടെ ചർച്ചയിൽ തന്നെ ഉയർത്തേണ്ട കാര്യങ്ങളില്ല. എത്രയെല്ലാം രീതിയിൽ ആ കാലത്ത് വ്യക്തിത്വം നടത്തി ആ ഉദ്യോഗസ്ഥരുടെ DYSP തെറ്റായ രീതിയിലുള്ള റിപ്പോർട്ട് കൊടുത്തുവെങ്കിൽ അത് അൻവർ പറഞ്ഞ ആരോപണം അതീവ ഗുരുതരമാണ്. റിട്ടയർ ചെയ്താൽ പോലും അദ്ദേഹത്തിന്റെ മേലെ അന്വേഷണം നടത്തണമെന്നാണ് എനിക്ക് ഈ ചർച്ച പറയുന്നത്. ഒരു വിട്ടുവീഴ്ച ഇക്കാര്യത്തിലുള്ളത്. കാരണം കേരളത്തിൽ ഒരു പുരോഗമനപരമായ രീതിയിൽ ചിന്തിക്കുന്ന തീരുമാനത്തിലേക്ക് പോകുമോ? ഇന്നിപ്പോ നിർണായക യോഗം നടക്കുന്നു, അതിനുശേഷം അങ്ങനെയൊക്കെ ഒരു തീരുമാനം ഉണ്ടാകുമോ? അതൊക്കെ പ്രഖ്യാപിക്കപ്പെടുമോ? അല്ല, അതേ ഒരു പരാതി എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ സർക്കാർ അത് പരിഗണിക്കേണ്ടതാണെന്നുള്ള എന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. എനിക്ക് അതിനകത്ത് അഭിപ്രായം പറ്റുന്നില്ല. പക്ഷെ എനിക്ക് ഒരു വാചോടെ പറഞ്ഞ് പൂർത്തിരിക്കാൻ പറ്റും. കാരണം സത്യവാനന്ദഗിരിയെ എന്ന് പറയുന്ന സ്വാമിജി കേരളത്തിലെ പുരോഗമനപരമായ ആശയങ്ങൾ ഉള്ളുന്ന അല്ലെങ്കിൽ മതസൗഹാർദ്ദം ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന
മതേതര കേരളത്തിന് വലിയൊരു ദീപം കൊളുത്തുന്ന വലിയൊരു ആശയാണ് അല്ലെങ്കിൽ വലിയ പ്രതീക്ഷയാണ് ആ സ്വാമിജി. ശരി. ഒരു തർക്കമില്ല കാര്യത്തിൽ. അദ്ദേഹത്തിനെ വ്യക്തിഹത്യ നടത്താനായിട്ട് ഇവർ നടത്തുന്ന ഓരോ ശ്രമങ്ങളും ഇവർ തിരിച്ചടിക്കുകയാണ്. ഒരു തർക്കമില്ല കാര്യത്തിൽ. അത് ശരി. കേരളം തിരിച്ചറിയും. ഒറ്റ കാര്യോടെ ബഹുമാനപ്പെട്ട സ്വാമിജിയോട് ഒരു കാര്യം പറയാനുണ്ട്. ഇവരെ പോലുള്ളവരൊന്നും മൈൻഡ് ചെയ്യരുത്. കാരണം ഇവർ ആരാണെന്നുള്ളവരും കേരളത്തിലെ പൊതുസമൂഹത്തിന് മൊത്തം അറിയാം. ഇപ്പോൾ തന്നെ കേട്ടില്ലേ നമ്മള്, അതായത് ശരി, സമയം അവസാനിക്കുകയാണ്. പ്രിന്റു വളരെ വേഗം പറഞ്ഞ് അവസാനിപ്പിക്കാം. പറയുന്നത് ഒന്ന്, സന്ദീപാനന്ദഗിരി സത്യത്തിൽ പോലീസുകാർ പെട്രോൾ കൊണ്ടുവന്ന RSSകാരെ കൊണ്ട് കത്തിപ്പിച്ചില്ല എന്ന് പറഞ്ഞത് ഭാഗ്യം. അദ്ദേഹത്തിന്റെ വാക്കുകൾ നിങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാക്കി. പോലീസ് വാഹനം തൊട്ടു മുമ്പ് ഈ കൃത്യം നടക്കുന്നതിന് 1 മിനിറ്റ് മുമ്പ് പോലീസ് വാഹനം കണ്ടെന്ന് അദ്ദേഹം പറയുന്നത്. പിന്നെ അദ്ദേഹത്തിനോട് എനിക്ക് പറയാനുള്ള ശരി, നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും.